ഹലോ, ഗുഡ് ഈവനിങ്, സോറി ഗുഡ് മോർണിംഗ്. എന്നും നിങ്ങൾക്ക് വൈകുന്നേരം ക്ലാസ് എടുത്ത് എന്നോട് ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും മാറിപ്പോയിട്ടോ. ഓക്കെ, സോ +1 നമ്മളുടെ റിവിഷൻ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഒന്ന് യെസ് പറഞ്ഞേ. 10:36, യെസ് ഐ നോ. ഓക്കെ, പക്ഷേ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടോ, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ, നിങ്ങൾ കുറേ നേരമായോ ഒന്ന് നിൽക്കുന്നു? റെഡി? സോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലാസ്റ്റ് എക്സാം? ഒന്ന് വേഗം കമൻറ്റ് ചെയ്തേ. ലാസ്റ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ. ഓക്കെ, സിമ്പിളായിരുന്നു. സോ ഫിസിക്സും നമുക്ക് സിമ്പിളാക്കണ്ടേ? ഫിസിക്സും സിമ്പിളാക്കണം. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. ഇന്നും നാളെയായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് ഉണ്ടാകും. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ത്രൂ ഔട്ട് ചാപ്റ്റർ ഡിസ്കഷൻ അല്ല. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്യും. വലിയ പ്രതീക്ഷയില്ല. എന്തിനാ വലിയ പ്രതീക്ഷയില്ലാത്ത? മുഹമ്മദ് യഹ്യ, എന്തിനാ പ്രതീക്ഷയില്ലാത്ത? എക്സാമിനാണോ? കെമിസ്ട്രി. ഓക്കെ ഫൈൻ, കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഏതായാലും ഫിസിക്സ് നോക്കാം അല്ലേ? സോ ഫസ്റ്റ് ഇന്നിപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറച്ചധികം കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറേ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ അല്ല. നിങ്ങളുടെ കൈനമാറ്റിക്സ് ചാപ്റ്റേഴ്സിൻ്റെ പോലെ അത്ര 8 മാർക്സ് വെയിറ്റേജ് ഒന്നും ഉള്ള ചാപ്റ്റർ അല്ല. സോ ഈസി ആയിട്ട് കുറച്ച് പോയിന്റ്സ് കാര്യങ്ങളും ഒക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് തുടങ്ങാമല്ലേ? ഓക്കെ, റെഡിയാണോ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് റെഡി എന്ന് പറഞ്ഞേ. ആരും എന്താടോ ഒന്നും പറയാത്തേ? പാസ് മാർക്ക് ആക്കി തരുമോ? പാസ് മാർക്കൊക്കെ എന്തായാലും കിട്ടും. നമ്മളുടെ ലക്ഷ്യം പാസ് മാർക്കല്ല. ശരത്, നമുക്ക് പാസ് മാർക്ക് അല്ല ലക്ഷ്യം. നമുക്ക് അതിലും കൂടുതൽ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു ബുക്കും പേനയും ഒക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുക. ഇവിടെ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ സ്റ്റോറി കേൾക്കുന്ന പോലെ വെറുതെ കേട്ടിരിക്കരുത്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, കൂടെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഞാനിവിടെ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോഴേക്കും നിങ്ങളൊന്ന് എഴുതി നോക്കുക. ക്ലിയർ? സോ രാധിക, രാജേഷ്, കാശി, അമീൻ, അഷ്ഹാൻ. ഓക്കെ, so first question. Temperature is the degree of hotness of the body. അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീറ്റും ടെമ്പറേച്ചറും വെച്ചാണ്. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, is it heat and temperature is same? ഹീറ്റും ടെമ്പറേച്ചറും സെയിം ആണോ? രണ്ടും ഒരു സെയിം ക്വാണ്ടിറ്റി ആണോ? വാട്ട് യു മീൻ ബൈ ഹീറ്റ്, വാട്ട് യു മീൻ ബൈ ടെമ്പറേച്ചർ? എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എന്താ? നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് വേറെ ടോക്സ് ഒന്നുമല്ല, ഇവിടെ ചോദിക്കുന്നതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയെങ്കിൽ ഇതിൽ മാക്സിമം ഇൻവോൾവ് ആവാൻ നോക്കുക. ഓക്കെ, സോ അതർവൈസ് നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും. എന്താ ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അല്ലേ? രണ്ട് സബ്സ്റ്റൻസ് തമ്മിലുള്ള ട്രാൻസ്മിഷൻ ഓഫ് എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹീറ്റ് എനർജി എന്ന് പറയുക. ഇതർ അത് എന്തും ആവാം, അത് സറൗണ്ടിങ്സ് ആയിട്ടുള്ളതും ആവാം. അപ്പം ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരുമ്പം എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു സബ്സ്റ്റൻസിൽ നിന്ന് വേറൊരു സബ്സ്റ്റൻസിലേക്ക്. പക്ഷെ ടെമ്പറേച്ചർ അതാണോ? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ ഹോട്ട്നെസ് ആണ്. ഹോട്ട്നെസ് ഓഫ് ദ ബോഡി മെഷേർഡ് ബൈ ഡിഗ്രി അല്ലേ? അതാണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഇസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദ ബോഡി. ഓക്കെ, ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ്, temperature of a normal human body is 98.6 degree. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിൽ പറയണേ. 98.6 degree Fahrenheit. What is the corresponding temperature shown in the Celsius?
അതായത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ത് തരും നിങ്ങൾക്ക്? ഒന്നെങ്കിൽ ഫാരൻഹീറ്റിലോ അല്ലെങ്കിൽ സെൽഷ്യസിലോ അല്ലെങ്കിൽ കെൽവിനിലോ ഒക്കെ തരും. നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, കൺവേർട്ട് ചെയ്യായിരിക്കും വേണ്ടി വരിക. അപ്പോൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയണം. ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ? ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയോ? യെസ് ഓർ നോ? വേഗം പറയടോ. ഫാരൻഹീറ്റിനെ സെൽഷ്യസിലേക്ക്, അല്ലെങ്കിൽ രണ്ടും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയോ? ആരും എന്താ? അപ്പോൾ ആർക്കും അറിയില്ല. എന്നാൽ ബുക്കും പേനയൊക്കെ എടുത്ത് എഴുതിക്കോ. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ റിലേഷൻ ഓർത്ത് വയ്ക്കുക. ടി എഫ്, അതായത് ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്, -32 divided by 180 which is equal to TC divided by 100. This is the relation. അപ്പോൾ ഏതാണോ നമുക്ക് തന്നിട്ടുള്ളത് അത് ഇടുക, മറ്റേത് കണ്ടുപിടിക്കുക. ടി സി ആണ് ഇവിടെ കണ്ടത്, സോ ടി എഫ് ഇവിടെ തന്നിട്ടുണ്ട്. ടി എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്ത് ചെയ്യുക? ടി സി കണ്ടുപിടിക്കുക. ഇനി ടി സി ആണ്, അതായത് സെൽഷ്യസിലാണ് മെഷർമെന്റ് തന്നെങ്കിലോ ടെമ്പറേച്ചർ തന്നെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടി എഫ് കണ്ടുപിടിക്കുക. ചെയ്യാൻ അറിയില്ലേ? ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാൻ അറിയില്ലേ? യെസ്. TR -32 by 180. യെസ്, ഗുഡ്. 9/5 യൂസ് ചെയ്യുക, അല്ലെ 5 അത് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. 100 ഇങ്ങോട്ട് വരുമ്പോൾ 100/180 ആകുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, സോ എങ്ങനെയാണ്? വേഗം ചെയ്ത് തന്നാൽ നമുക്ക് ഏതാ കാണേണ്ടത്? ടി എഫ് നമുക്കറിയാം. ടി എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 98.6 -32 divided by 180 which is equal to TC by 100 അല്ലേ? സോ ഇത് എത്ര കിട്ടും? 98.6 -6 -32 divided by 180 into 100 which is equal to TC. ഇതൊന്ന് ചെയ്ത് നോക്കി എത്ര കിട്ടുന്നതെന്ന്. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? വേഗം പറ. 37 ഗെയിമിംഗ് ലാഡ്. യെസ്, ഗുഡ്. 37 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ്. വേറെ ആർക്കും കിട്ടിയിട്ടില്ല? 37 ഡിഗ്രി സെൽഷ്യസ്. ഗുഡ്. ബാക്കിയുള്ളവരും വേഗം ചെയ്തു നോക്ക്, ഇപ്പം തന്നെ ചെയ്തു നോക്ക്. ലാൽ സൂര്യ, കറക്റ്റ്. നിങ്ങൾ എഴുതുമ്പം ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. 37 മാത്രം എഴുതി വെക്കരുത്. ആൻസർ ലാസ്റ്റ് എന്ത് എഴുതണം? 37 ഡിഗ്രി സെൽഷ്യസ്, വിച്ച് മീൻസ് 98.6 ഫാരൻഹീറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 37 ഡിഗ്രി സെൽഷ്യസ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇപ്പം നമ്മളിവിടെ എന്ത് പഠിച്ചു? ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചത് എന്താണ്? ഫാരൻഹീറ്റും സെൽഷ്യസും കൺവേർട്ട് ചെയ്യാനുള്ള അത് തമ്മിലുള്ള റിലേഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ? ഇനി വേറെ ഒന്നും കൂടിയുണ്ട്. ഏതാണ്? കെൽവിനെ നമുക്ക് സെൽഷ്യസിലേക്ക് മാറ്റാനുള്ള ഒരു ഇക്വേഷനും കൂടിയുണ്ട്. റാഷിദ് സാദ്, വെരി ഗുഡ്. യെസ് യെസ്. മുഹമ്മദ് യഹ്യ 37. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ 37 ഇട്ടത് ഓക്കെ. ഡിഗ്രി സെൽഷ്യസ് ഇടാൻ മറന്നു പോകരുതേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് കെൽവിനിലാണ് റീഡിങ് തന്നതെന്ന് വിചാരിക്കുക. കെൽവിൻ എങ്ങനെ, അതായത് ഡിഗ്രി സെൽഷ്യസ് തന്നു, നമുക്ക് എങ്ങനെ കെൽവിനിലേക്ക് മാറ്റണം, അതായത് കെൽവിനിലെ റീഡിങ് നമുക്ക് എങ്ങനെ കിട്ടണം? വിച്ച് ഈസ് TC +273 ചെയ്താൽ എന്ത് കിട്ടും? കെൽവിനിലെ റീഡിങ് കിട്ടും. ഓക്കെ, ഇത് ഇപ്പം തന്നെ എഴുതി വെക്കുക. അപ്പോൾ ഇനി പിന്നെ ഇതാണ് തന്നെങ്കിലോ, സെൽഷ്യസ് ആണ് തന്നെങ്കിൽ കെൽവിൻ കണ്ടുപിടിക്കാനോ അറിയാം. കെൽവിൻ തന്നാൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും, മൈനസ് ആകും. ഈസി അല്ലേ? യെസ്. ഓക്കെ, ഗുഡ്. സോ നെക്സ്റ്റ് അടുത്ത നിങ്ങൾ തന്നെ ചെയ്യണം. ചൂസ് ദ കറക്റ്റ് ആൻസർ. സെയിം മോഡലാണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്. 98 ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അവിടെ 98 ഡിഗ്രി ഫാരൻഹീറ്റ്, 98 ഫാരൻഹീറ്റ് ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ കറസ്പോണ്ടിങ് കെൽവിൻ മെഷർമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറസ്പോണ്ടിങ് കെൽവിൻ മെഷർമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക? ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സെൽഷ്യസിലേക്കൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ എന്താ മെത്തേഡ്? അറിയോ? ഒന്ന് കമൻറ്റ് ചെയ്യടോ. ശരത്, ഗെയിമിംഗ് ലാഡ്, റാഷിദ് സാദ് +273. ഓക്കെ, ഗുഡ്.
സോ എങ്ങനെ ചെയ്യാം? നമുക്ക് കെൽവിനിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഫാരൻഹീറ്റ് ആണ് തന്നിട്ടുള്ളത്. സോ കെൽവിൻ വിച്ച് ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് ഇക്വേഷൻ F-32 into 100/180 plus 273. Right? 273. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. എന്ന് പറഞ്ഞേ 36.7 ആണോ 40 ആണോ 309.7 ആണോ 371 ആണോ? ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെൽവിൻ വിച്ച് ഇസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? 98 minus 32 into 100/180 5/9 വരും plus 273. എത്ര ആൻസർ കിട്ടിയത്? യെസ്, ഗുഡ്. റാഷിദ് സാദ് 309.7. വെരി ഗുഡ്. ഇതൊക്കെ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാവരും ഇപ്പം തന്നെ ചെയ്തു നോക്കുക. 309.7. വെരി ഗുഡ്. ദിസ് ഈസ് ദ ആൻസർ, തേർഡ് വൺ. ഓക്കെ, Kelvin which is equal to 309.7. മനസ്സിലായിട്ടുണ്ടല്ലോ? സോ ദ നെക്സ്റ്റ്, അപ്പോൾ ഈ റിലേഷൻസ് ഓർത്ത് വെക്കുക കേട്ടോ. ഇത് നിങ്ങൾ ഇപ്പം തന്നെ എഴുതി പഠിക്കുക. ഇനി കൺഫ്യൂഷൻ വരരുത്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. നെക്സ്റ്റ്, ഹീറ്റ് ഫ്രം ദ സൺ റീച്ചസ് എർത്ത് ത്രൂ വാക്വം. നെയിം ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ എബവ് കേസ്. അതായത് സണ്ണിന്ന് വാക്വത്തിലൂടെ എന്തെത്തുന്നു? ഹീറ്റ് എത്തുന്നു എന്നാണ് പറയുന്നത് എർത്തിലേക്ക്. അത് ഏത് തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? ഏത് തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? നമുക്കറിയാം, റേഡിയേഷൻ. ഫസ്റ്റ് വൺ ഈസ് റേഡിയേഷൻ. കാരണം റേഡിയേഷൻ എന്ത് വേണ്ട? പ്രൊപ്പഗേഷന് മീഡിയം വേണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ മെറ്റൽസ് ആൻഡ് ഇൻ ലിക്വിഡ്. 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ആ 3 എണ്ണത്തിൽ ഒന്നാണ് നമ്മൾ ഇവിടെ എഴുതിയ റേഡിയേഷൻ. ഇനി 2 എണ്ണം കൂടി ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻ സെക്കൻഡ് വൺ conduction, third one convection. ഓക്കെ, റേഡിയേഷൻ എന്ന് പറയുന്നത്, റേഡിയേഷൻ എന്ത് വേണ്ട? പ്രൊപ്പഗേഷന് മീഡിയം വേണ്ട. റേഡിയേഷന് പ്രൊപ്പഗേഷൻ മീഡിയം വേണ്ട. അതുകൊണ്ടാണ് സൺ റീച്ചസ് എർത്ത് ത്രൂ വാക്വം. അപ്പം അങ്ങനെ കണ്ടാൽ നമുക്ക് എന്ത് പറയാം? അത് എന്ത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? അതെന്ത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? അതെന്ത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? വിച്ച് ഇസ് റേഡിയേഷൻ. സെക്കൻഡ് വൺ ബാക്കിയുള്ളത് ഓർത്ത് വയ്ക്കുക, കൺവെൻഷൻ ആൻഡ് കണ്ടക്ഷൻ. കൺവെക്ഷൻ ആൻഡ് കണ്ടക്ഷൻ. ഓക്കെ, കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്? സി, ഇപ്പം നമ്മൾ ഒരു കമ്പി എടുത്തിട്ട് തീൻ്റെ അകത്തോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താകും? പെട്ടെന്ന് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ആയി നമ്മുടെ കൈ പൊള്ളും അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ കൺവെക്ഷൻ എന്ന് പറയുന്നതോ? കൺവെക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ തണുപ്പ് കാലത്തൊക്കെ നിങ്ങൾ ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ? നമുക്ക് കേരളത്തിൽ അത്ര അത്യാവശ്യമൊന്നും വരാറില്ല. വളരെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ തീ കൂട്ടിയിട്ടിട്ട് ചൂട് കൊള്ളുന്ന കണ്ടിട്ടില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ സിനാരിയോ തരും, അത് ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണെന്നായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ എല്ലാവർക്കും? കമൻറ്റ് ചെയ്തോ ക്ലിയർ ആണോ എന്ന്. യെസ്. ഓക്കെ, ദ നെക്സ്റ്റ്, aquatic animals are protected in cold countries as ice is formed on the surface of river. How? അതായത് അക്വാറ്റിക് ആനിമൽസ് ഇവിടെ കോൾഡ് കൺട്രീസിൽ ഐസിൻ്റെ അടിയിൽ അവരെങ്ങനെയാണ് അത് സർവൈവ് ചെയ്യുന്നത്? പഠാൻ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ക്ലൈമാക്സിൻ്റെ മുന്നേ ദീപിക പദുകോൺ ഇങ്ങനെ ഭയങ്കര സ്കേറ്റ് ചെയ്തൊക്കെ വന്നിട്ട് ലാസ്റ്റ് എന്താവുന്നുണ്ട്? ആ ഐസിൻ്റെ പാളി പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ട്. അവിടെ നമ്മൾ കണ്ട്, സാധാരണ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ എന്താ സംഭവിക്കുക? എങ്ങനെയാണ് അത് തണുത്ത് വരിക? എങ്ങനെയാണ്? അടിയിൽ നിന്ന് മുകളിലേക്കാണോ മുകളിൽ നിന്ന് താഴേക്കാണോ? അപ്പോൾ അവിടെ ദീപിക പദുകോൺ അതിൻ്റെ ഉള്ളിലേക്ക് വീണപ്പം മുകളിൽ എന്തായിരുന്നു? അവർ അതിൻ്റെ മുകളിൽ കൂടി സ്കേറ്റ് ചെയ്തത്, പക്ഷെ അതിൻ്റെ അടിയിൽ വെള്ളമായിരുന്നു. കുറച്ച് ആ പാളി പൊട്ടി അവർ അതിൻ്റെ ഉള്ളിലേക്ക് വീണു. അങ്ങനെ ആവാനുള്ള കാരണം എന്തായിരിക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? Yes, anomalous property of water. Anomalous property of water, which is very important. എന്താണ് anomalous property of water എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമുക്കറിയാം, ലിക്വിഡ്സ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സാധാരണ സംഭവിക്കുക?
ലിക്വിഡ്സ് ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ചെയ്യുക? നമുക്കറിയാം സാധാരണ ബാക്കി എല്ലാ ലിക്വിഡ്സും ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ചെയ്യും അല്ലേ? വോളിയം ഇൻക്രീസ് ചെയ്യും. പക്ഷേ വാട്ടർ എന്ത് ചെയ്യില്ല? വാട്ടറിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യല്ല ചെയ്യുക. നമുക്കറിയാം വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചാൽ കുറേ നേരം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്ന സംഭവിക്കും, അത് പറ്റിപ്പോവാണ് ചെയ്യുക. അതായത് വോളിയം ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക അല്ലേ? വോളിയം ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അനോമലസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ എന്ന് പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ശ്രദ്ധിക്കുക. ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അതായത് അത് തിളച്ച് അതായത് ഇതിൻ്റെ വോളിയം കുറഞ്ഞ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ, അതായത് ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ വോളിയം ഏറ്റവും മിനിമം ആവും. അതായത് ഓർത്ത് വെക്കുക, വാട്ടറിൻ്റെ വോളിയം ഏറ്റവും മിനിമം ആവുന്നത് എവിടെയാണ്? 4 ഡിഗ്രി സെൽഷ്യസിൽ ഏറ്റവും മിനിമം ആയിരിക്കും. വാട്ടറിൻ്റെ വോളിയം മിനിമം ആയിരിക്കും എവിടെ? 4 ഡിഗ്രി സെൽഷ്യസിൽ. 4 ഡിഗ്രി സെൽഷ്യസിൽ. പക്ഷേ 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെ വോളിയം മിനിമം ആകുമ്പോൾ വേറെ എന്തോ ഒരു പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. അതെന്ത് പ്രോപ്പർട്ടിയാണ്? വോളിയം മിനിമം ആകുമ്പോൾ വേറെ ഒരു പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യും. വിച്ച് പ്രോപ്പർട്ടി ഈസ് ദാറ്റ്? വേഗം പറ. 4 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം മിനിമം ആകുമ്പോൾ വേറെ ഏതോ ഒരു പ്രോപ്പർട്ടി ഇൻക്രീസ് ആവുന്നുണ്ട്. അതേതാണ് ആ പ്രോപ്പർട്ടി? അറിയോ ഏതാണ് ആ പ്രോപ്പർട്ടി? വെരി ഇമ്പോർട്ടൻറ്റ്. അനോമലസ് പ്രോപ്പർട്ടി? നോ. ഡെൻസിറ്റി. റാഷിദ്, വെരി ഗുഡ്. ഡെൻസിറ്റി. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. സി, ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ കുറേ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ ഇവിടെ നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും, വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. സോ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിൽ ഇവിടെ വാട്ടറിന്റെ വോളിയം എന്താണ്? മിനിമം ആണ്. വിച്ച് മീൻസ് വോളിയം മിനിമം ആണ്. സോ ഡെൻസിറ്റി എന്തായിരിക്കും? ഡെൻസിറ്റി മാക്സിമം. ഓക്കെ, ഓർത്ത് വയ്ക്കുക. വോളിയം മിനിമം ആയിരിക്കും, ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ നമ്മളുടെ എന്തെങ്കിലും കുളം എന്തെങ്കിലും ആണെന്ന് വിചാരിക്കാം. സോ ഇവിടെ നമ്മളുടെ വാട്ടർ ലെവലാണ്. സോ ഇവിടെ നമ്മുടെ സർഫസിന് ഒരു ടെമ്പറേച്ചറും നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഒരു ടെമ്പറേച്ചറും ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ടെമ്പറേച്ചറും ആണെന്ന് വിചാരിക്കാം. സോ എന്ത് സംഭവിക്കും? ഈ ടെമ്പറേച്ചർ ഈ സർഫസുമായിട്ട് കോണ്ടാക്റ്റിലല്ലേ? ഈ നമ്മളുടെ അറ്റ്മോസ്ഫിയർ നമ്മളുടെ വാട്ടർ ലെവലുമായിട്ട് കോണ്ടാക്റ്റിലാണ്. സോ എന്ത് സംഭവിക്കും? ഈ നമ്മളുടെ ടെമ്പറേച്ചർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? ടെമ്പറേച്ചർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇത് സർഫസിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? മാറും. അപ്പോൾ അതിനെന്ത് സംഭവിക്കും? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലേ? വോളിയം കുറയുന്നതിനനുസരിച്ച് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം ഡെൻസർ ആയിട്ടുള്ള സാധനം എന്താവും? താഴേക്ക് പോകും. അപ്പോൾ ഈ താഴെയുള്ള വാം വാട്ടർ എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. താഴെയുള്ള വാം വാട്ടർ മുകളിലേക്ക് പോകും, മുകളിലുള്ള ഡെൻസിറ്റി കൂടിയ ഭാഗം താഴേക്ക് വരും. പക്ഷേ 4 ഡിഗ്രി, ഇവിടെ 4 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കില്ല? പിന്നെ അത് താഴേക്ക് പോവില്ല. ഓക്കെ, 4 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് താഴേക്ക് പോവില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? വാട്ടർ സർഫസിൽ ഡെൻസർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അതിൻ്റെ പാളിയായിട്ട് അത് ഐസായിട്ട് നിൽക്കുന്നതും അടിയിൽ വെള്ളമുള്ളതും. Okay, so as a lake cools towards 4 degrees Celsius, water near the surface become denser and sinks. Then the warmer lens dense water. അതായത് ഉള്ളിലുള്ള എന്തായിരിക്കും? ലെൻസ് ഡെൻസ് ആയിട്ടുള്ള വാമർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും, വാം ആയിട്ടുള്ള ആയിരിക്കും. അതെന്ത് ചെയ്യും? ബോട്ടം റൈസസ്, അത് മുകളിലേക്ക് വരും. ഓക്കെ, when this layer cools to 0 degrees Celsius, it freezes and being less dense remain at the surface. Okay, clear ആണോ? സൗണ്ട് ഡിലേ ആണ്. എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും സൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടോ? ഒരു മിനിറ്റ്. ഫ്ലെക്സിങ് ഇല്ല. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഇത് പലതരത്തിലും നിങ്ങൾക്ക് ചോദ്യം വരും കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് ആ സർഫസ് ഫ്രീസ് ആയിട്ട് നിൽക്കുന്നത്, അടിയിൽ വെള്ളം നിൽക്കുന്നത് എന്നുള്ളതൊക്കെ. ഏറ്റവും ആദ്യം എഴുതേണ്ട പോയിന്റ് അനോമലസ് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. പിന്നെ 4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ വോളിയം മിനിമം ആവും, ഡെൻസിറ്റി മാക്സിമം ആവും. അത് എഴുതാം. ഓക്കെ, വെയിറ്റ് ലാഗ് ഉണ്ടെങ്കിൽ ഇപ്പം ക്ലിയർ ചെയ്യും. ഒരു മിനിറ്റ്.
Now is it okay? ഇപ്പോൾ ഓക്കെ ആണോ? വേഗം പറ. മിന്നു ഫ്ലെക്സിങ്, അബിൻ തോമസ്. ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ? ഡിലേ ഉണ്ടോ? ഓക്കെ ആണ്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. നെക്സ്റ്റ്, ലീനിയർ എക്സ്പാൻഷൻ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലെങ്കിൽ പറയണേ. ലീനിയർ എക്സ്പാൻഷൻ ഇസ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് ടെമ്പറേച്ചർ. അതായത് ഇവിടെ തെർമൽ എക്സ്പാൻഷൻ ആണ് പറയുന്നത്. നമുക്കറിയാം തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ബോഡിയുടെ ഡയമെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. 3 ടൈപ്പ് ഓഫ് തെർമൽ എക്സ്പാൻഷൻസ് ഉണ്ട് അല്ലേ? ഏതൊക്കെ ടൈപ്പാണ്? ലീനിയർ തെർമൽ എക്സ്പാൻഷൻ ഉണ്ട്, ലീനിയർ തെർമൽ എക്സ്പാൻഷൻ. ദെൻ വോളിയം തെർമൽ എക്സ്പാൻഷൻ. പിന്നെ എന്താണ്? പിന്നെ ഏരിയ ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ഏരിയ ഓഫ് തെർമൽ എക്സ്പാൻഷൻ 3 ടൈപ്പ് ഓഫ് ഉണ്ട്. അതായത് ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ലീനിയർ എക്സ്പാൻഷൻ ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ് വിത്ത് ടെമ്പറേച്ചർ എന്ന് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷനുള്ള ഇക്വേഷൻ എഴുതണം, അതിൻ്റെ കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ എഴുതണം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഫൈൻ. സോ ലിസൺ ഹിയർ. ഒരു ബോഡി അപ്പോൾ ഹീറ്റ് കൊടുത്തപ്പോൾ എന്തായി? അതിൻ്റെ ലെങ്ത്തിൽ ചേഞ്ച് വന്നു. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് ചേഞ്ച് വന്നു. സോ ഇതാണ് ആദ്യം ആ ബോഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ദിസ് മച്ച് എൽ അല്ലേ? ഇത്രയും എന്താണ്? ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എൽ, അതായത് ചേഞ്ച് വന്നത്. പിന്നെ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എക്സ്പാൻഡ് ചെയ്തതാണത്. സോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ് അല്ലേ? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആണ്. സോ എൽ എന്തിന് പ്രപ്പോർഷനിലാണ്? ഡെൽറ്റ എൽ എന്തിന് പ്രപ്പോർഷനിലാണ് നമുക്ക് എഴുതാം? ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിന് ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എന്ത് സംഭവിക്കുന്നത്? ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ ഈസ് പ്രപ്പോർഷണൽ ടു എൽ ഇൻറ്റു ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലേ? ഇനി നമ്മൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എൽ ഇൻറ്റു ഡെൽറ്റ എൽ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ എൽ. ഇതാണ് നമ്മളുടെ ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്. ആൽഫ എൽ ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ, സോറി ഡെൽറ്റ ടി. ഇതാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൽ നിന്ന് ആൽഫ എല്ലിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആൽഫ എൽ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത് ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? ആൽഫ എൽ is equal to linear coefficient of length which is equal to change in length by length into original length into change in temperature. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ, നമ്മുടെ ക്വസ്റ്റ്യനിലില്ല പക്ഷേ മേ ബി നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏതും കൂടി എഴുതാം? ഏരിയ ഓഫ് തെർമൽ എക്സ്പാൻഷനും എഴുതാം, വോളിയം ഓഫ് തെർമൽ എക്സ്പാൻഷനും എഴുതാം. എന്താ മാറ്റം വരിക? വോളിയം ഓഫ് തെർമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും? ആൽഫ വി വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം into change in temperature. Okay, this is linear coefficient of volume. Then the next, alpha A which is equal to change in area by area into change in temperature. This is linear coefficient of area. Okay, എല്ലാം സെയിം ആണ്, ഒരേപോലെ തന്നെയാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ക്ലിയർ? നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഫാത്തിമ അബ്ദുൽ കരീം ക്ലിയർ ആണോ?
ഒന്ന് കമൻറ്റ് ചെയ്യടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ക്ലിയർ അല്ലേ എന്നുള്ളത്. യെസ്, ക്ലിയർ. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് നമ്മളുടെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ത്രൈസ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. നമ്മളുടെ വോളിയം കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ദിസ് വൺ ഇസ് ത്രൈസ് ഓഫ് ലീനിയർ കോഎഫിഷ്യന്റ് എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നമുക്ക് ഏരിയയുടേതും കണ്ടുപിടിക്കാൻ വരും. സോ നമുക്ക് ആ ഹോൾ ഡെറിവേഷൻ ഇപ്പോൾ ഇവിടെ ചെയ്യാം, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമ്മളുടെ ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് ലെങ്ത് എന്താണ്? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? നമ്മളിവിടെ ഒരു ക്യൂബിക് ആണ് കൺസിഡർ ചെയ്യുന്നത് വയ്ക്കുക. അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ സ്ക്വയർ ആയിരിക്കും അല്ലേ? ഏരിയ എന്ന് പറയുന്നത് എൽ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ചേഞ്ച് കാണാൻ എന്താ ചെയ്യുക? ചേഞ്ച് ഇൻ ഏരിയ കാണാൻ എന്താ ചെയ്യുക? ചേഞ്ച് ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു final area minus initial area. ഓക്കെ, ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. അപ്പോൾ ഫൈനൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? സി, ഇതാണ് നമ്മളുടെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത്. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ വന്നത് എന്താണ്? ഇവിടെ ഡെൽറ്റ എൽ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിരിക്കും ഇതിൻ്റെ ലെങ്ത്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എൽ സ്ക്വയർ ആണെങ്കിൽ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ. സോ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ ഏരിയ. ഇനീഷ്യൽ ഏരിയ എന്താണ്? എൽ സ്ക്വയർ തന്നെ വരുള്ളൂ അല്ലേ? എൽ സ്ക്വയർ. ഇനി ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? വേഗം പറ. എൽ പ്ലസ് ഡെൽറ്റ എൽ ഇതിൻ്റെ ഐഡൻറ്റിറ്റി എന്താ? നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി whole square which is equal to a square plus 2ab plus b square. Clear? Now just substitute. What we'll get? L square plus 2 into L into delta L plus b square എന്താണ്? b square is delta L whole square minus L square minus this L square. നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് this L square. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോയിക്കൂടെ? ഈ എൽ സ്ക്വയറും എൽ സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡയഗ്രാം കാണിക്കുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ലെങ്ത് ചേഞ്ച് ആവുമോ? ഇല്ല, ചെറിയ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പിന്നെയും ചെറുതായിരിക്കും. സോ ഇത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, സോ വി ആർ നെഗ്ലക്റ്റിംഗ് ദാറ്റ്. ബാലൻസ് എന്താ ഉണ്ടാവുക? 2 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ. ഓക്കെ, നമ്മളുടെ ആൽഫ എ എന്ന് പറയുന്നത് എന്താ ഉണ്ടാവുക? ആൽഫ എ ഇസ് ഈക്വൽ ടു ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ ഉണ്ടാവുക. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുമെന്ന് അറിയോ? നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, എന്താ നമ്മളുടെ ഇക്വേഷൻ? ചേഞ്ച് ഇൻ ഏരിയ ഡെൽറ്റ ഐ, ചേഞ്ച് ഇൻ ഏരിയ ബൈ ഏരിയ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ എന്താണ്? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എൽ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി അല്ലേ? സോ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവാം. ബാക്കി ബാലൻസ് എന്താ ഉണ്ടാവുക? 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. സി, ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അല്ലേ? സോ ദിസ് ഇസ് ട്വൈസ് ഓഫ്, അതായത് ആൽഫ ഏരിയ എന്ന് പറയുന്നത്, ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് ലെങ്ത്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് ആസ് ആൽഫ എ വിച്ച് ഇസ് ഈക്വൽ ടു 2 ആൽഫ എൽ. ഇത് ക്ലിയർ ആണോ? ഇതിൻ്റെ ക്ലിയർ ആണോ? ജോൺ കുരിശേക്കൽ, ഐ എം സോറി ഇഫ് ഐ മിസ്പ്രൊനൗൺസ്ഡ്. ഒരു ഹായ് തരുമോ? ഹായ്. നിങ്ങൾക്കിത് ക്ലിയർ ആണോ എന്ന് പറ. ഏരിയയും നമ്മളുടെ ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ക്ലിയർ ആണോ? ഇത് മനസ്സിലായാൽ മറ്റേ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ.
വേഗം പറയടോ. ഗോകുൽ ഹലോ മിസ്, ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ then. Mostly we'll complete 3 to 4 chapters, morning session and afternoon session. Okay. So next, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മളുടെ വോളിയം റിലേഷൻ കണ്ടുപിടിക്കണം. സോ അതിന് നമ്മൾ എവിടെ തുടങ്ങുന്നു? ആൽഫ എൽ ഇസ് ഈക്വൽ ടു alpha L is equal to change in length by L into delta L. Sorry, delta T. So, ഇവിടെ നമുക്ക് നമ്മുടെ വോളിയം ചേഞ്ച് കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്താണ്? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം അല്ലേ? ഫൈനൽ വോളിയം എന്തായിരിക്കും? അതായത് നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടെ ഫൈനൽ വോളിയം എന്താണ്? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ ആണ്. വോളിയം വരുമ്പോൾ എൽ ക്യൂബ് ആണ്. സോ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബ്. എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബ് മൈനസ് ഇനീഷ്യൽ എന്തായിരിക്കും? എൽ ക്യൂബ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ തന്നെ ഈ ഐഡന്റിറ്റീനെ എക്സ്പാൻഡ് ചെയ്യണം. ഇത് ഏതാ ഫോം? എ പ്ലസ് ബി ഹോൾ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു a cube plus 2ab cube, sorry, 3ab square plus 3ba square plus b cube. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? എൽ പ്ലസ് ഡെൽറ്റ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് എൽ ക്യൂബ് പ്ലസ് 3l into delta l whole square plus 3 into delta L into L square plus delta L whole cube. Again this minus L cube. So നേരത്തെ പോലെ തന്നെ എൽ ക്യൂബും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തൊക്കെ ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു ഡെൽറ്റ എൽ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറും ക്യൂബും എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. So here also we can neglect. Balance എന്താ ഉണ്ടാവുക? Balance which is 3 delta L into L square. ഓക്കെ, ഇതാണ് നമ്മളുടെ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരിക? ആൽഫ വി വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഡെൽറ്റ എൽ ഇൻറ്റു എൽ സ്ക്വയർ ബൈ എൽ ക്യൂബ് ഇൻറ്റു ഡെൽറ്റ ടി. എന്ത് വരും? ഇതും ക്യാൻസൽ ആയി പോകും. ബാക്കി ബാലൻസ് വരുന്നത് 3 ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. സെയിം വേ ഇത് എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദിസ് ഇസ് ലീനിയർ കോഎഫിഷ്യൻ്റ് ഓഫ് ലെങ്ത് അല്ലേ? സോ ആൽഫ വി വിച്ച് ഇസ് ഈക്വൽ ടു 3 times ആൽഫ എ. ആൽഫ വി വിച്ച് ഇസ് ഈക്വൽ ടു 3 times ആൽഫ എ. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്ക് എന്ത് റിലേഷൻ കിട്ടും? ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്നും ചോദിക്കും. ഓക്കെ, സോ ആൽഫ എൽ ഇസ് ടു ആൽഫ എ ഇസ് ടു ആൽഫ വി വിച്ച് ഇസ് ഈക്വൽ ടു 1:2:3. ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഒന്നെങ്കിൽ പാർട്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് കംപ്ലീറ്റ് ഡിറൈവ് ചെയ്യാൻ പറയും. ഒരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. സോ നെക്സ്റ്റ്, എ സ്റ്റീൽ ബീം ഓഫ് ലെങ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരും, നിങ്ങൾ ചെയ്യണം കേട്ടോ. എ സ്റ്റീൽ ബീം ഓഫ് ലെങ്ത് 5 meter ഇസ് കെപ്റ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 20 degrees Celsius ഓൺ എ ഹോട്ട് ഡേ. ദ ടെമ്പറേച്ചർ റൈസസ് ടു 40 degrees Celsius. അതായത് 20 degrees Celsius ഉള്ളത് എന്തായി? 40 degrees Celsius ആയി. 20 degrees Celsius എങ്ങോട്ട് മാറി? 40 degrees Celsius ആയി. സോ നമ്മളുടെ ലെങ്ത് എത്രയാണ് തന്നിട്ടുള്ളത്? 5 meter എന്ന് തന്നിട്ടുണ്ട്. What is the change in its length due to the thermal expansion?
ക്ലിയർ ആണ്, നമുക്ക് കുറേ കൺഫ്യൂഷൻ ഒന്നും വരില്ല. എന്താ കാണേണ്ടതെന്ന് നമുക്ക് ക്ലിയർ ആണ്. എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ചേഞ്ച് ഇൻ ലെങ്ത് ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ കാരണം ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് കാരണം, വിച്ച് മീൻസ് ഡെൽറ്റ എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. ആൽഫ എൽ ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്? 1.2 ഇൻറ്റു 10⁵ തന്നിട്ടുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്? ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഡെൽറ്റ ടി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. സോ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി മൈനസ് 20 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി. ഇനി എന്ത് ചെയ്യാം? നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആൽഫ എൽ വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ എൽ ആണ്, ചേഞ്ച് ഇൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ ചേഞ്ച് ഇൻ ലെങ്ത് ഇസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൽറ്റ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ എൽ എത്രയാണ്? ആൽഫ എൽ എത്രയാണ്? ആൽഫ എൽ ഇസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 10⁻⁵ ഇൻറ്റു ലെങ്ത് ഇസ് 5 മീറ്റർ ഇൻറ്റു ടെമ്പറേച്ചർ ഇസ് 20 ഡിഗ്രീസ്. വേഗം പറഞ്ഞതിൻ്റെ ആൻസർ എത്രയാണെന്ന് വേഗം പറ. ഇത് സ്കൂളിൽ എടുത്തിട്ടില്ല. ഏതാ സ്കൂളിൽ എടുക്കാത്തേ? ലീനിയർ കോഎഫിഷ്യൻറ്റിൻ്റെ ഒക്കെ ഡെറിവേഷൻ ആണോ? പക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും കേട്ടോ. എത്ര കിട്ടുമെന്ന് പറ. വേഗം പറ, വേഗം പറ, വേഗം ഒന്ന് ചെയ്ത് നോക്കിയേ. 1.2 ഇൻറ്റു 10⁻⁵ ഇൻറ്റു 5 ഇൻറ്റു 20 ഡിഗ്രി എത്ര കിട്ടുന്നേ? യെസ്, 1.2 ഇൻറ്റു, വെരി ഗുഡ് വെരി ഗുഡ്, 1.2 ഇൻറ്റു 10⁻⁻3. സി ഇവിടെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും കൂടെ ചെയ്ത് നോക്കുക. 1.2 ഇൻറ്റു 10⁻⁻3. ഓക്കെ, ഗുഡ്. 1.2 ഇൻറ്റു 10⁻⁻3. ഓക്കെ, ക്ലിയർ അല്ലേ? So next, heat energy is transferred from one body to another body due to temperature difference. Okay, what are the different mode of heat transfer? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാ നിങ്ങൾ പറ. നമ്മൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു 3 types of heat transfer ഏതൊക്കെയാണ്. കാരണം ഈ ചാപ്റ്റേഴ്സിനൊന്നും ഇനി നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനില്ല. നമ്മളുടെ മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ, പ്ലെയിൻ, അതിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടി വരും. സോ ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ആക്കിയിട്ട് പോവുക. എന്താണ് 3 ടൈപ്പ് ഓഫ്, നമ്മളുടെ 3 മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെയാണ്? യെസ്, കൺവെക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ. വെരി ഗുഡ്. 3 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഹൗ സീ ബ്രീസ് ഒക്യോ. എങ്ങനെയാണ് സീ ബ്രീസ് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചത്. എങ്ങനെയാണെന്നറിയോ? ശ്രീദേവ്, നിനക്കെന്താ നിന്റെ പേര്? നീ ആരെ കൊണ്ടാ പേര് വിളിപ്പിക്കാൻ നോക്കുന്നേ? സോ ലിസൺ, ഇവിടെ എന്താ ചോദിക്കുന്നത്? ഇവിടെ സീ ബ്രീസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് കടലിൻ്റെ അടുത്ത് പോയി ഒരു പകൽ സമയത്തൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു തണുത്ത കാറ്റ് ഇങ്ങോട്ട് കിട്ടും അല്ലേ? പക്ഷെ നല്ല വെയിലത്ത് നമ്മൾക്ക് മണലിലാണോ കൂടുതൽ ചൂട് അനുഭവപ്പെടുക, അല്ലെങ്കിൽ വെള്ളത്തിലാണോ ചൂട് അനുഭവപ്പെടുക? എവിടെയാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുക? വേഗം പറ. മണലിലാണോ ചൂട് കൂടുതൽ അനുഭവപ്പെടുക, വെള്ളത്തിലാണോ? നമുക്കറിയാം മണലിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുക. കാരണം എന്താണ്? അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവാണ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് മാസ് 1 ഡിഗ്രി സെൽഷ്യസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയാം. ഓക്കെ, ഒരു യൂണിറ്റ് മാസ്, അതായത് 1 കിലോഗ്രാം, അത്രയും ആ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കണം, അതിനാണ് നമ്മൾ എന്ത് പറയുക? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയാം. അപ്പം വാട്ടറിന് സ്പെസിഫിക് ഹീറ്റ്സ് ഹൈ ആണ്, പക്ഷെ മണലിനോ അത് വളരെ കുറവാണ്.
സോ മണൽ എന്താകും, നമ്മുടെ കര എന്താകും, ലാൻഡ് പെട്ടെന്ന് തന്നെ ചൂടാകും. പക്ഷെ വാട്ടർ എന്ത് ചെയ്യില്ല, അത്ര പെട്ടെന്ന് ചൂടാവില്ല. ഇങ്ങനെ രണ്ട് സൈഡും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലല്ലേ ചൂടായിട്ട് നിൽക്കുന്നത്. വെള്ളത്തിന് ചൂട് കുറവായിരിക്കും, മണലിന് ഇവിടെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ചൂട് കൂടുമ്പം എന്താകും, ഇതിൻ്റെ മണലിൻ്റെ മുകളിലുള്ള അറ്റ്മോസ്ഫിയർ കുറയും. അറ്റ്മോസ്ഫിയർ വോളിയം ഇൻക്രീസ് ചെയ്യും അല്ലേ. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ പ്രഷർ കുറവായിരിക്കും. മണലിൻ്റെ മുകളിലുള്ള അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അതായത് നമ്മുടെ ലാൻഡിലെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ കുറവായിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കടലിൽ എന്തായിരിക്കും അവസ്ഥ, അവിടെ വോളിയം ഡിക്രീസ് ചെയ്യുക. വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ എന്തായിരിക്കും, കൂടും. നമുക്കറിയാം പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തിലേക്ക് വരും. അതാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്, ലാൻഡ് സീ ബ്രീസ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായിട്ടുണ്ടോ? വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അതാ, ഡ്യൂറിങ് ദ ഡേ ദ ഗ്രൗണ്ട് ഹീറ്റ്സ് അപ്പ് മോർ ക്വിക്ലി ദാൻ ലാർജ് വാട്ടർ ബോഡീസ് അല്ലേ. ലാർജ് വാട്ടർ ബോഡീസിനേക്കാളും കൂടുതൽ പെട്ടെന്ന് എന്താണ് ഹീറ്റ് ആവുക, നമ്മളുടെ ഗ്രൗണ്ട് ആണ് ഹീറ്റ് ആവുക. ദിസ് ഈസ് ഡ്യൂ ടു ദ ഗ്രേറ്റർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വാട്ടറിന് എന്താണുള്ളത്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിന് കൂടുതലാണ്. എന്താ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് 1 കിലോഗ്രാം മാസ്, 1 യൂണിറ്റ് മാസ് 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. ദ എയർ ഇൻ ദ കോൺടാക്ട് വിത്ത് ദ വാം ഗ്രൗണ്ട് ഇസ് ഹീറ്റഡ്, ഇറ്റ് എക്സ്പാൻഡ്സ്, ബിക്കം ലെൻസ്, ഡെൻസ് ആൻഡ് റൈസ്. ദ കോൾഡ് എയർ എബവ് സീ മൂവ് ടിൽ ദിസ് സ്പേസ് ആൻഡ് ഇസ് കോൾഡ് സീ ബ്രീസ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ദ എബവ് ഗ്രാഫ് റെപ്രസെന്റ് ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ്. നമ്മളുടെ എക്സ് ആക്സിൽ ടെമ്പറേച്ചറും എക്സ് ആക്സിൽ ഹീറ്റും വൈ ആക്സിൽ ടെമ്പറേച്ചറാണ് തന്നിട്ടുള്ളത്. സോ മാച്ച് ദ ഫോളോയിങ് യൂസിങ് എബവ് ഗ്രാഫ്. ഗ്രാഫ് യൂസ് ചെയ്തിട്ട് ഇത് ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ബി സി ഡി, ബി സി എന്ന് പറയുന്നത് ഇതാണ്, ബി സി ആൻഡ് ഡി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെന്താണ്, ഇത് നമ്മളുടെ സോളിഡ് ഫേസ് ആണ്. ഓക്കെ, ദിസ് ഇസ് എ ബി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഇവിടെ എഴുതാം. എ ബി എന്ന് പറയുന്നത് എന്താണ്, എ ബി എന്ന് പറയുന്നത് സോളിഡ് ഫേസ് ആണ്. ദെൻ സി ഡി എന്ന് പറയുന്നത് എന്താണ്, സി ഡി ഈസ് ലിക്വിഡ് ഫേസ്, ആൻഡ് ഇ എഫ് എന്ന് പറയുന്നതോ, ഇ എഫ് എന്ന് പറയുന്നത് ഗ്യാസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഐസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ സി ഡി എന്ന് പറയുമ്പോൾ അവിടെ എന്താകും, വെള്ളമാകും, വാട്ടർ ആകും. ദെൻ ഇ എഫ് എന്ന് പറയുമ്പോൾ അവിടെ എന്താകും, സ്റ്റീം ആകും. അതിൻ്റെതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, മെൽറ്റിംഗ് പോയിന്റ്. ദിസ് പോയിന്റ് ഇസ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ദിസ് ഈസ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, സോ ബി സി എന്താണെന്നാണ് ചോദിച്ചത്. ബി സി ശരിക്കും അവിടെ എന്താ നടക്കുന്നത്, ബി സിയിൽ എന്താ നടക്കുന്നത്, ബി സിയിൽ എന്താണ് നടക്കുന്നത്? ബി സി എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് ഇത്രയും ഭാഗത്ത് അവിടെ നടക്കുന്നത് എന്താണ്, ഫേസ് ചേഞ്ച് ചെയ്യുകയാണല്ലേ. സോളിഡിൽ നിന്ന് അതായത് ലിക്വിഡിലേക്ക് മാറാണ്. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നതിനെ നമുക്ക് എന്ത് പറയാം, സോളിഡ് ടു ലിക്വിഡ്. നമുക്ക് എന്ത് പറയാം, സോളിഡ് ടു ലിക്വിഡ്. അതിന് പറയുന്ന പേരെന്താണ്, മെൽറ്റിംഗ് അല്ലേ. സോളിഡ് ടു ലിക്വിഡ്, മെൽറ്റിംഗ്. ആൻഡ് ലിക്വിഡ് ടു സോളിഡ് എന്താണ്, ലിക്വിഡ് ടു സോളിഡ് എന്താണ്, ഡിഫ്യൂഷൻ. ഈ പേര് നിങ്ങൾ ഓർത്ത് വെക്കണേ, ലിക്വിഡ് ടു സോളിഡ് ഡിഫ്യൂഷൻ. ആൻഡ് അഗെയിൻ ലിക്വിഡ് ടു ഗ്യാസ് എന്താണ്, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുന്നതിന് എന്താ പറയുക, വേഗം പറ. ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുന്നതിന് എന്താ പറയുക, ലിക്വിഡ് ഫോമിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുന്നതിന് നമുക്ക് എന്ത് പറയാം, പറയടോ. ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുന്നതിന് നമുക്ക് എന്താ പറയാൻ പറ്റുക, വേപ്പറൈസേഷൻ. വെരി ഗുഡ്. ഇനി ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നതിനെയോ, ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് മാറുന്നതിന് വേപ്പറൈസേഷൻ, ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നതിനെയോ, ലിക്വിഡ് ടു ഗ്യാസ്, വേപ്പറൈസേഷൻ. ഗ്യാസ് ടു ലിക്വിഡ് എന്താണ്, കണ്ടൻസേഷൻ. ഈ പേര് നിങ്ങൾ ഓർത്ത് വെക്കണേ. ഗ്യാസ് ടു ലിക്വിഡ് ഇസ് കണ്ടൻസേഷൻ. ഇനി ദ ലാസ്റ്റ് വൺ, സോളിഡ് ടു ഗ്യാസ് എന്താണ്, വിച്ച് ഇസ് സബ്ലിമേഷൻ.
അപ്പോൾ 5 പോയിന്റ്സ് ഉണ്ട്, ഇത് ഓർത്ത് വെക്കുക. സോളിഡ് ടു ലിക്വിഡ്, മെൽറ്റിംഗ്, ലിക്വിഡ് ടു സോളിഡ്, ഡിഫ്യൂഷൻ, liquid to gas, vaporization, gas to liquid, condensation, solid to gas, sublimation. Okay, ഇനി നമ്മൾ ഇത് ഫിൽ ചെയ്യണം. BC എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ്? BC എന്ന് പറയുന്നത് മെൽറ്റിംഗ് ആണോ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ ആണോ? സോളിഡ് ടു ലിക്വിഡ് ആണ്, വിച്ച് മീൻസ് മെൽറ്റിംഗ് ആണ് അല്ലേ? മെൽറ്റിംഗ് അല്ലേ? ദെൻ ഈ കോളത്തിൽ ഏതായിരിക്കും? വാട്ടർ, ഐസ്, പാർഷ്യലി സോളിഡ് ആൻഡ് ലിക്വിഡ്, പാർഷ്യലി ലിക്വിഡ് ആൻഡ് വേപ്പർ. ഈ ഫേസിൽ എന്തായിരിക്കും? പാർഷ്യലി സോളിഡ് ആൻഡ് ലിക്വിഡ്. സോ പാർഷ്യലി സോളിഡ് ആൻഡ് ലിക്വിഡ്. ദെൻ DE എന്ന് പറയുന്നത് ലിക്വിഡ് ടു എന്താണ്? ലിക്വിഡ് ടു ഗ്യാസ് ആണ്. ലിക്വിഡ് ടു ഗ്യാസ് എന്താ? ലിക്വിഡ് ടു ഗ്യാസ് എന്ന് പറയുന്നത് വേപ്പറൈസേഷൻ, വിച്ച് മീൻസ് DE ഇസ് വേപ്പറൈസേഷൻ. വേപ്പറൈസേഷന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കോ? അല്ല. ഐസ് ആയിരിക്കോ? അല്ല. എന്താണ്? Partially liquid and vapor. Clear? Clear ആണോ? ബാങ്ക്ഡ് റോഡ് നമ്മൾ ലോസ് ഓഫ് മോഷൻ അല്ല എടുക്കുന്നത്. സുദർശൻ, ബാക്കി ചാപ്റ്റേഴ്സ് വഴിയേ വരും. ഇന്ന് നാളെയായിട്ട് ബാക്കി ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലെത്തും. ഡോണ്ട് വെറി. Okay, next. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. The slope of AB and CD are different. Why? Here. ഡയഗ്രാം നിങ്ങൾ കാണുന്നു വിചാരിക്കുന്നു. സ്ലോപ്പ് ഓഫ് AB, അതായത് AB and CD. അതായത് ഇവിടെ ഇത് A and this is B and this is C and this is D. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ലോപ്പ് എടുത്താൽ അതെന്താണെന്നാണ് പറയുന്നത്? രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെ സ്ലോപ്പ് എടുത്താൽ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണ് മാറ്റം എന്നുള്ളതാണ് ചോദിക്കുന്നത്. CD ൻ്റെ സ്ലോപ്പ് ആയിരിക്കുമോ വലുത് അല്ലെങ്കിൽ AB ൻ്റെ സ്ലോപ്പ് ആയിരിക്കുമോ വലുത്? ഏതിൻ്റെ സ്ലോപ്പാണ് വലുത്? AB or CD? AB യുടെ സ്ലോപ്പാണോ വലുത് അല്ലെങ്കിൽ CD യുടെ സ്ലോപ്പാണോ വലുത്? ഏതിൻ്റെ സ്ലോപ്പാണ് വലുത്? ഏതിൻ്റെ സ്ലോപ്പായിരിക്കും വലുതുണ്ടാവുക? കറസ്പോണ്ടിങ് എടുക്കുമ്പോൾ CD എന്ന് പറയുന്നത് AB-നേക്കാളും ചെറുതായിരിക്കും അല്ലേ? CD is less than AB. ഓക്കെ, ഈ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കാനും പഠിച്ചു വെക്കണം കേട്ടോ. ഡിഫറെൻറ്റ് സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐസ് ആൻഡ് വാട്ടർ. അപ്പോൾ ഇവിടെയുള്ള സ്ലോപ്സ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഐസും വാട്ടറും അല്ലെങ്കിൽ ലിക്വിഡും വാട്ടറും തമ്മിലുള്ള സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഇസ് ലെസ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്ലോപ്പ് ചെറുതാണെങ്കിൽ എന്താണ്? ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. സ്ലോപ്പ് ഇസ് ലെസ്, വിച്ച് മീൻസ് ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നമുക്ക് S എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ഓർത്ത് വെക്കേണ്ട പോയിന്റ് കേട്ടോ. ക്ലിയർ ആണോ? നെക്സ്റ്റ് പ്രോബ്ലം തുടങ്ങാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു പ്രോബ്ലം ആണ്. A hole is drilled in a copper sheet. The diameter of the hole is 4.24 centimeter at 27 degrees Celsius. What is the change in diameter of the hole when the sheet is heated to 227 degrees Celsius? Coefficient of linear expansion of copper is 1.7 into 10 raised to minus 5. ഇത്രയും തന്നിട്ടുണ്ട്. എന്താ കാണേണ്ടത്? ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ് കാണേണ്ടത്? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഡയമീറ്റർ, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. ഡെൽറ്റ L തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ഇനി ഇവിടെ നോക്കുക ബാക്കി എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന്. ഡയമീറ്റർ ഓഫ് ദ ഹോൾ വിച്ച് മീൻസ് L തന്നിട്ടുണ്ട്. L is how much? 4.24. Then സെന്റിമീറ്റർ. ഓക്കെ, വിച്ച് മീൻസ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10 raised to minus 2. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡെൽറ്റ T കണ്ടുപിടിക്കണം. എത്രയാണ് ഫൈനൽ? ഫൈനൽ ഈസ് 227 ഡിഗ്രി മൈനസ് 27. അപ്പോൾ എത്ര കിട്ടും? 200 കിട്ടും. വിച്ച് മീൻസ് ഡെൽറ്റ T is equal to 200, ലെങ്ത് is equal to 4.24 അല്ലേ? ഇനി എന്താണ് കാണേണ്ടത്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും തന്നിട്ടുണ്ട്. alpha L is given by alpha L is equal to 1.7 into 10 raised to minus 5. എന്നാൽ വേഗം ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിച്ചേ. വേഗം ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിച്ചേ. യൂണിറ്റ് കൺവേർഷൻ ഇവിടെ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനേ ഉള്ളൂ. ഇൻറ്റു 10 raised to minus 2. ഫാരൻഹീറ്റ് സെൽഷ്യസ് നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പ്രോബ്ലം ചെയ്തു.
വേഗം പറ ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കിയിട്ട് വേഗം ആൻസർ ചെയ്യും. എന്താ ഇവിടെ നമുക്ക് കാണേണ്ടത്? ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേപോലെ തന്നെ ഇക്വേഷൻ എന്തായിരിക്കും? സെയിം ഇക്വേഷൻ. നിങ്ങൾ സ്വന്തം വേഗം ഒന്ന് ചെയ്ത് നോക്കിയേ. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ ടി. ബാക്കിയൊക്കെ തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്രയാണ് ആൽഫ എൽ? 1.7 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു ലെങ്ത് എത്രയാണ്? 4.24 ഇൻറ്റു ഡെൽറ്റ ടി ഈസ് 200. എത്ര കിട്ടുമെന്ന് പറഞ്ഞേ? ഡെൽറ്റ എൽ 3.4 ഇൻറ്റു 10⁻⁻4. അത് തെറ്റാണല്ലോ. 3.4 ഇൻറ്റു 10⁻⁻4 അല്ലല്ലോ കിട്ടുക. എങ്ങനെയാണ് -4 ഒക്കെ കിട്ടിയത്? (1.44) ഇൻറ്റു എവിടെ നിന്ന് ഈ -4 വരുന്നത്? 1.44 ശരിയാണ്. കാരണം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 0. ആയിരിക്കും അല്ലേ? അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ പോയിന്റ് മാറ്റിയിടുമ്പോൾ 1.44 ഇൻറ്റു 10⁻⁻2 മീറ്റർ. -4 വരില്ല കേട്ടോ. -22 -22 ഒന്നും വരില്ലടോ. -22 ഒന്നും വരില്ല. ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്. ഓക്കെ. എ പാൻ ഫിൽഡ് വിത്ത് hot food cools from 94 degrees Celsius to 86 degrees Celsius in 2 minutes. When the temperature is at 20 degrees Celsius, how long will it take to cool from 70 degrees Celsius to 69 degrees Celsius? ആർക്കെങ്കിലും മനസ്സിലായോ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്? ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? വേഗം പറ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ അല്ല. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? വേഗം പറയടോ. നിങ്ങൾ പറയില്ല? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ ഫസ്റ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്താന്ന് പറഞ്ഞുതരാം. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്? അതായത് നമ്മളൊരു ഹോട്ട് ബോഡി, ഒരു കപ്പ് ഓഫ് ടീ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചു, നല്ല ചൂടുള്ള ഒരു കപ്പ് ചായ ഞാൻ ഇവിടെ വെച്ചു. കുറച്ച് കഴിയുമ്പോൾ എന്തായിട്ടുണ്ടാവും? അത് തണുത്തിട്ടുണ്ടാവും. വിച്ച് മീൻസ് ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ടു സറൗണ്ടിങ്. അത് എന്ത് ചെയ്തു? ആ കപ്പിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ആയ ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ സറൗണ്ടിങ് ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. രണ്ടും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ട്രാൻസ്ഫർ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചർ ഡിഫറൻസിന്, സറൗണ്ടിങ്സും ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. വിച്ച് മീൻസ് പ്രപ്പോർഷണൽ ആയിരിക്കും. അത്രയും മീൻ ചെയ്യുന്നുള്ളൂ. ലോ ഓഫ് കൂളിംഗ് സേസ് ദാറ്റ് ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, rate of cooling of a body is proportional to difference of temperature of the body and the surroundings. Okay, equation endana? dq by dt is equal to proportionality constant aanu k, t2 minus t1. difference ayadondana nammal endu varunathu k varuna, sorry minus varunathu. Okay, so next, പ്രപ്പോർഷണൽ ആണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രപ്പോർഷണൽ ആണെന്ന് പറയുമ്പോൾ നമ്മൾ വേഗം ഗ്രാഫ് വരയ്ക്കും, നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും അല്ലേ, പ്രപ്പോർഷണൽ ആണെന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫ് തരും, ഡിഫറെൻറ്റ് ഗ്രാഫ് തരും. അതിൽ നിന്ന് ലോ ഓഫ് കൂളിംഗ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രാഫ് ചൂസ് ചെയ്യാൻ പറയും. അപ്പം ഗ്രാഫ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് നോക്കുക. ടൈമിനനുസരിച്ച്, ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ടൈം ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എന്താണ്? കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് അല്ലേ. ഇവിടെയൊക്കെ കോൺസ്റ്റൻ്റ് ആയി. ഇവിടെ ടൈം ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് വരുന്നു. സോറി, ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് വരുന്നു. അതായത് നമുക്കറിയാം, ഒരു ചൂടുള്ള സാധനം വെച്ച് കുറേ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എന്തായിട്ടുണ്ടാകും? അത് തണുത്തിട്ടുണ്ടാവും. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. സോ അതാണ് എന്ത്? ഗ്രാഫ് മനസ്സിലാക്കുക, ഇങ്ങനൊരു കേർവ് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. വൈ ആക്സിൽ ടെമ്പറേച്ചർ എടുക്കുക, എക്സ് ആക്സിൽ ടൈം എടുക്കുക. ഓക്കെ, സോ ഇത് നമ്മൾ പഠിച്ചു. ഇനി T2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആദ്യം കൊടുക്കുന്ന T2 എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി, നമ്മൾ എടുക്കുന്ന കൺസിഡർ ചെയ്യുന്ന ബോഡി ഏതാണോ അതിൻ്റെ ടെമ്പറേച്ചറാണ്. ആൻഡ് T1 രണ്ടാമത് എടുക്കുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചറാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുക,
എ പാൻ ഫിൽഡ് വിത്ത് എ hot food cools from 94 degrees Celsius to 86 degree Celsius in 2 minutes. 2 മിനിറ്റ് കൊണ്ട് മിനിറ്റിനെ ഇപ്പോൾ ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 94 ഡിഗ്രിന്ന് 86ലേക്ക് 2 മിനിറ്റ് കൊണ്ട് കൺവേർട്ട് ആയി. അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. അപ്പോൾ ഇവിടുത്തെ T1 എത്രയാണ്? അതായത് സർഫസിൻ്റെ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൻ്റെ, ഞാൻ ബ്രാക്കറ്റിൽ 1 കൊടുക്കുന്നുണ്ട്, സറൗണ്ടിങ്സിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് തന്നത്? 20 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നത്. How long will it take to cool from 71 degrees Celsius to 69? 71 degrees Celsius to 69 degrees Celsius ആവാൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ ടൈം തന്നിട്ടുണ്ട്. രണ്ടാമത്തെ 71 69 ആവാൻ വേണ്ടിയിട്ട് എത്ര എടുക്കും എന്നാണ് ചോദിച്ചത്. എത്ര എടുക്കുക? എങ്ങനെയാ ചെയ്യാം? എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞേ? വേഗം പറ. വേഗം പറയടോ. റാഷിദ്, സാദ്, നേരത്തെ പ്രോബ്ലത്തൊന്നും മാറിയില്ലേ? വേഗം കമന്റ്. നോ റിപ്ലൈ. പറയില്ല നിങ്ങൾ? ഓക്കെ, ലിസൺ ഹിയർ. ഇതാണ് നമ്മളുടെ ആദ്യം തന്ന ബോഡി. ഇതിൻ്റെ എത്രയാണ്? 94 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞത്. ഒരു സറൗണ്ടിങ്സിൽ വെച്ചപ്പോൾ എന്തായി? ഇതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ആയി. പിന്നെ ചേഞ്ച് ആയത് എത്രയാണ്? 86 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. dq by dt is equal to k into T2 minus T1. dq by dt is equal to k into T2 minus T1. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ അല്ലേ? ഇവിടെ ഇപ്പോൾ T2 നമുക്കറിയാം, T1 നമുക്കറിയാം, K നമുക്കറിയോ, DQ നമുക്കറിയോ, DT നമുക്കറിയോ നോക്കണം. DQ എന്തായിരിക്കും? DQ എന്ന് പറയുന്നത് ആ എമൗണ്ട്, ഹീറ്റ് എമൗണ്ടിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് 94 മൈനസ് 86 ചെയ്താൽ എന്ത് കിട്ടും? DQ കിട്ടും. ഐ റൈറ്റ് ഹിയർ DQ is equal to 94 ഡിഗ്രി മൈനസ് 86. ഇത് എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? സോ ഹിയർ ദിസ് ഇസ് 8 by dt. ടൈം എത്രയാണ്? 2 minutes. സോ 2 which is equal to k നമുക്കറിയില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, T2 എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എടുത്തിട്ട് 94 86 എഴുതാൻ പാടില്ല. T2 എന്ന് പറയുന്നത് ആ ബോഡിയുടെ ടെമ്പറേച്ചർ ആണ്. അതിൻ്റെ ആദ്യത്തെ ടെമ്പറേച്ചർ ആണ് എന്ത്? 94 എന്ന് പറയുന്നത്. അതൊരു സർഫസിൽ വെച്ച് കഴിഞ്ഞു, അത് സറൗണ്ടിങ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു, ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് നമുക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് 94 പ്ലസ് 86 ഡിഗ്രി ബൈ 2 ചെയ്യണം. ഓക്കെ, സോ T2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 94 പ്ലസ് 86 ബൈ 2. That 130. എത്ര കിട്ടുന്നത്? 42 സെക്കൻഡ്. വാട്ട് 42 സെക്കൻഡ്? എന്താ 42 സെക്കൻഡ്? ഗെയിമിംഗ് ലാഡ്. വേഗം പറയടോ. ഓക്കെ, നിങ്ങൾ കുറച്ച് പറയും എന്നിട്ട് പിന്നെ എവിടെയോ പോവുക. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? T2 എന്ന് പറയുന്നത് എപ്പോഴും ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ആവറേജ് എടുക്കണം. വെറുതെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ എഴുതരുത്. വിച്ച് ഈസ് ദ ആവറേജ്. ഇതപ്പോൾ എന്ത് കിട്ടും? 94 പ്ലസ് 86 180 ബൈ 2 90. ഓക്കെ, അപ്പോൾ T2 എന്ന് പറയുന്നത് 90 കിട്ടി. സോ ഇവിടെ T2 is equal to 90 മൈനസ് രണ്ടാമത്തെ എന്താണ്? T1 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ ആണ്. സറൗണ്ടിങ്സിൻ്റെ എത്രയാണ്? 20 ഡിഗ്രി. അത് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട് അല്ലേ? 20 ഡിഗ്രി. സോ 90 മൈനസ് 20 ഡിഗ്രി. ഇനി ഇത് റീഅറേഞ്ച് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, വേഗം ആൻസർ പറയാം. 8 by 2 which is equal to minus 4 is equal to k into 90 minus which is 70. വേഗം പറഞ്ഞേ. K is equal to how much? K is equal to how much? ഇപ്പോഴും ലാഗ് ഉണ്ടോ? K is equal to how much? വേഗം പറയടോ. K എന്ന് പറയുന്നത് എത്രയാ? K is equal to 4 by 70. ഓക്കെ,
ഇതിൽ കഴിഞ്ഞിട്ടില്ല, ഇത് നമ്മളുടെ ഒരു പാർട്ടായിട്ടേ ഉള്ളൂ. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ 71 69 ആയപ്പോൾ ഉള്ളത് കണ്ടുപിടിക്കണം അല്ലേ? സെയിം വേ തന്നെയാണ് ചെയ്യേണ്ടത്. dq by dt which is equal to k into t2 minus t1. ഓക്കെ, dq by dt നമുക്ക് എന്ത് കിട്ടും? dq by dt എന്ന് പറയുമ്പോൾ ഇവിടെ 71 minus 69 അതേപോലെ ചെയ്യാം. നിങ്ങൾ വേഗം ചെയ്തിട്ട് ആൻസർ പറയാം. 71 minus 69 ഡിവൈഡഡ് ബൈ ടൈം നമുക്കറിയില്ല, ടൈമിൻ്റെ സ്ഥാനത്ത് t കൊടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു k തന്നിട്ടുണ്ട് 4/70. t2 എന്താണ് ഞാൻ പറഞ്ഞു, ആവറേജ് കണ്ടുപിടിക്കാൻ 71 plus 69 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, മൈനസ് t1 എന്താണ്, t1 സെയിം തന്നെയായിരിക്കും രണ്ട് കേസിലും, അതായത് നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ ഇത് 20 ഡിഗ്രി. മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് വേഗം ചെയ്ത് നോക്കി, എന്നിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറ. വേഗം. വേഗം പറയടോ. കെൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 4/70 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. t2 എന്ന് പറയുന്നത് 71 plus 69 ഡിവൈഡഡ് ബൈ 2. t1 എന്ന് പറയുന്നത് 20 ഡിഗ്രി. ദെൻ വേറെ എന്താണ്? dq by dt. t ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലാഗ് ഉണ്ടോ? കിട്ടിയില്ല ആർക്കും? ആരും ചെയ്തു നോക്കിയില്ല? എത്ര കിട്ടും? ഇത് 1.45 സംതിങ് ആണ് ആൻസർ കിട്ടാം. ചെയ്ത് നോക്കാം. ഓക്കെ, ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കെ ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, what is sublimation? Write an example for sublime material. എന്താണ് സബ്ലിമേഷൻ? നമ്മളിപ്പോൾ പറഞ്ഞു ഫേസ് ചേഞ്ചിൻ്റെ കാര്യം, നമ്മൾ പറഞ്ഞു ഓരോ മാറ്റർ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നതിൻ്റെ ഒക്കെ പറഞ്ഞു അല്ലേ? അങ്ങനത്തെ 5 എണ്ണം പഠിച്ചു. അതിൽ സബ്ലിമൈൻ എന്തായിരുന്നു? സോളിഡ് ടു ഗ്യാസ് ആണെന്ത്? സോളിഡ് ഫേസ് നിന്ന് സോളിഡ്സ് ടു ഗ്യാസ് ആണെന്ത്? സബ്ലിമേഷൻ ഗ്യാസ്. എന്താണ് സബ്ലൈം മെറ്റീരിയൽ? ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് എക്സാമ്പിൾ എഴുതാം? നാഫ്തലൈൻ. ഓക്കെ, സോളിഡ് ഡയറക്റ്റ് ഗ്യാസ്, ഹുദാ മിർസ. ഓക്കെ, നെക്സ്റ്റ്, conduction is the mode of transfer of heat in solid. Write the unit of thermal conductivity. യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, തേർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ തേർമൽ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? തേർമൽ കണ്ടക്ടിവിറ്റിൻ്റെ ഇക്വേഷൻ എന്താ? നമുക്കറിയാം, ഞാൻ നേരത്തെ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ചൂടുള്ളതിൽ നമ്മളൊരു കമ്പി കൊണ്ടുപോയിട്ട് പിടിച്ചാൽ നമുക്ക് എന്ത് പറ്റും? വേഗം കൈ പൊള്ളും അല്ലേ? വിച്ച് മീൻസ് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹീറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് എന്ത് ചെയ്യും? ഹീറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. പിന്നെയോ ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്യുമോ? ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കുറയാണോ കൂടുകയാണോ ചെയ്യുക? ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കുറയാണോ കൂടുകയാണോ ചെയ്യുക? നമുക്കറിയാം ലെങ്ത്ത് കൂടിയാൽ ഹീറ്റ് കുറയും. സോ ഹീറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. പിന്നെ എന്തിന് പ്രൊപ്പോർഷണലാണ്? ഏരിയയ്ക്ക് പ്രൊപ്പോർഷണലാണ്. ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്താകും? ഹീറ്റിന് ചേഞ്ച് വരും അല്ലേ? സോ ഈ ഇക്വേഷൻസ് നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം? H is proportional to delta T into A by L എന്ന് വരും അല്ലേ? സോ ഇതിനെ നമുക്ക് എന്ത് മാറ്റാം? H is equal to K into delta T A by L.
ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? K is the thermal conductivity. Thermal conductivity. Conductivity. After that, നമുക്ക് ഇതിൽ നിന്ന് K ന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ? K is equal to what? H L by delta T A. H L by delta T A. H ന്റെ യൂണിറ്റ് എന്താണ്? ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. Then ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. By temperature change second into area meter square. ഇത് നമ്മൾ ഒന്നും കൂടി മാറ്റി എഴുതുമ്പോൾ ജൂൾ മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് 2. This is the unit. Thermal conductivity യുടെ യൂണിറ്റ്. Okay. So next, burns produced by steam are served than produced by boiling water. അതായത് ആവി കൊണ്ടിട്ട് സ്റ്റീം കൊണ്ടിട്ടാണ് നമ്മുടെ കൈ പൊള്ളുന്നതാണോ കൂടുതൽ, അല്ലെങ്കിൽ തിളച്ച വെള്ളം കൊണ്ടിട്ടാണോ കൂടുതൽ പൊള്ളുക? നമ്മളിത് ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ് അല്ലേ? എന്തുകൊണ്ടിട്ടാണ്? സ്റ്റീം ആകുമ്പോഴാണ് നമുക്ക് വെള്ളത്തിനേക്കാളും തിളച്ച വെള്ളത്തിനേക്കാളും കൂടുതൽ കൈ പൊള്ളിയപ്പോഴാണ് സ്റ്റീം ആകുമ്പോഴാണ്, അതായത് ആവി കൊള്ളുമ്പോഴാണ് അല്ലേ? സ്റ്റീം. യെസ്, ഗുഡ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ? എന്തുകൊണ്ടാണ് സ്റ്റീം ആകുമ്പോൾ നമുക്ക് വേഗം കൈ പൊള്ളാൻ കാരണം എന്താണ്? ഹീറ്റ് കൂടുതൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ആർക്കാണ്? സ്റ്റീമിലാണ് കൂടുതൽ ഹീറ്റ് കൊണ്ടുനടക്കാൻ പറ്റുക കമ്പയർ ടു എന്തിനേക്കാളും? വാട്ടറിനേക്കാളും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെസിഫിക് ഹീറ്റ് കൂടുതലാണ് ഏതിന്? നമ്മളുടെ വെള്ളത്തിന്. അതായത് ഒരു കിലോഗ്രാം വാട്ടർ ചൂടാവാൻ വേണ്ടിയിട്ട് എന്തെടുക്കും? അല്ലെങ്കിൽ 1 ലിറ്റർ വാട്ടർ ചൂടാവാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം വേണ്ടി വരും. പക്ഷേ സ്റ്റീം അത് വേണ്ടി വരില്ല. For water, the latent heat of vaporization is 22.6 into 10 raised to 5. നിങ്ങൾ ഇതൊന്നും എഴുതണമെന്നില്ല. Steam at 100 degrees Celsius carries 22.6 into 10 raised to 5. More heat than water at 100 degrees Celsius. This is why burns from steam are usually more serious than those from boiling water. അതായത് ഹീറ്റ് കൂടുതൽ ഉണ്ടാവുക ഏതിലാണ്? നമ്മളുടെ സ്റ്റീമിലാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നമ്മുടെ ലേറ്റന്റ് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഗ്രാഫ് ബിലോ എക്സിബിറ്റ് ദ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിൻ്റെ ഗ്രാഫാണ് കൊടുത്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ദ ഗ്രാഫ് എക്സ്പ്ലെയിൻ ഹൗ ലേക്സ് ഫ്രീസ് ഫ്രം ദ ടോപ്പ് ബോട്ടം റാദർ ദാൻ ഫ്രം ബോട്ടം ടു ടോപ്പ്. ഇതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അതായത് മുകളിൽ നിന്ന് താഴേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീസ് ചെയ്യുന്നത്. താഴെ നിന്ന് മുകളിലേക്കല്ല. അതിൻ്റെ റീസൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പക്ഷേ ഗ്രാഫ് നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനും വരും കേട്ടോ. എക്സ് ആക്സിൽ നമ്മളിവിടെ എന്താ വരയ്ക്കുന്നത്? എക്സ് ആക്സിസിൽ സിയർ എക്സ് ആക്സിൽ ടെമ്പറേച്ചർ വരച്ചു. ആൻഡ് വൈ ആക്സിസിൽ എന്താണ്? വൈ ആക്സിസിൽ വോളിയം. വാട്ടറിൻ്റെ വോളിയമാണ്, ഇവിടെ ടെമ്പറേച്ചറും. 0 ആയിരുന്നപ്പം ഇതെവിടെയാണ്? ഹൈ ആയിരുന്നു. അവിടുന്ന് ടെമ്പറേച്ചർ കൂടി വന്നപ്പം, അതായത് ടെമ്പറേച്ചർ കൂടി ഒരു 4 ഒക്കെ എത്തിയപ്പോൾ എന്തായി? വിച്ച് ഇസ് മിനിമം അല്ലേ? ഏറ്റവും മിനിമം 4 ആയപ്പോഴാണ്. പിന്നെ 4 കഴിഞ്ഞപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴും ആ 4 മാർക്ക് ചെയ്ത് വയ്ക്കണേ. 4 കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു? അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ ഇത് പ്ലോട്ട് ചെയ്യാൻ വരും. So based on the graph, explain freeze from the top to bottom rather than from the bottom to top. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ്, when you are about to make tea from hot tea and cold milk. കയ്യിൽ കുറച്ച് ചൂട് കട്ടൻ ചായ ഉണ്ട്, കുറച്ച് തണുത്ത പാലും ഉണ്ട്. ഓക്കെ, your phone is ringing. ഫോൺ ബെല്ലടിക്കുന്നു. So which of the following can be done to keep the cup of tea hotter when you return after attending the call? അതായത് ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഫോൺ വിളിക്കാൻ പോയി. അപ്പോൾ ഫോൺ വിളിച്ച് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ചായ ചൂടോടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതായിരിക്കും ചെയ്യുക? ഏതാ ചെയ്യുക? വേഗം പറഞ്ഞേ. എ ആണോ ബി? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? ഞാൻ വായിച്ചുതരാം. pour hot tea and cold milk in your cup and leave it to attend the phone. അതായത് ഹോട്ട് ടീയും കോൾഡ് മിൽക്കും കൂടി എന്ത് ചെയ്യും? ഒഴിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? ഫോൺ വിളിക്കാൻ പോകും. നെക്സ്റ്റ് വൺ, മിക്സ് ദ 2 ആഫ്റ്റർ അറ്റൻഡിങ് ദ കോൾ. ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞ് വന്നിട്ട് രണ്ടും എന്ത് ചെയ്യും? രണ്ടും മിക്സ് ചെയ്യും. ഇതിലേതാ നിങ്ങൾ ചെയ്യാൻ പോവുക? ആസ് എ ഫിസിക്സ് സ്റ്റുഡൻറ്റ് നിങ്ങൾ ഏതാ ചെയ്യാൻ പോവുക? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ?
വേഗം പറ. ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? വേഗം പറയടോ. സെക്കൻഡ്, അതായത് മിക്സ് ദ ടു ആഫ്റ്റർ അറ്റൻഡിങ് ദ കോൾ ആണ് ഗൗരി നന്ദ പറയുന്നത്. വേറെ എഫ് സ്റ്റാർ പറയുന്നതും സെക്കൻഡ് വൺ. പിന്നെ വേറെ ആർക്കും ഒന്നും പറയാനില്ല? ഗെയിം ലാഡ് പറയുന്നത് എ, ഫസ്റ്റ് വൺ. ഓക്കെ, ദെൻ റോമിയ ജേക്കബ് ഫസ്റ്റ് വൺ. ഓക്കെ, ദെൻ പിന്നെ ബാക്കിയുള്ളവർ? എബി തങ്കച്ചൻ ഫസ്റ്റ് വൺ. ഓക്കെ, അതിൽ ചിലർ പറഞ്ഞത് ശരിയാണ്, ചിലർ പറഞ്ഞത് തെറ്റാണ്. ആര് പറഞ്ഞത് ശരിയെന്നറിയോ? ഫസ്റ്റ് വൺ ആണ് ശരി. കാരണം നമ്മളിപ്പോൾ കുറച്ച് മുന്നേ എന്ത് പഠിച്ചിട്ടേ ഉള്ളൂ? കൂളിംഗ് പഠിച്ചിട്ടേ ഉള്ളൂ, ന്യൂട്ടൺസ് കൂളിംഗ് പഠിച്ചിട്ടേ ഉള്ളൂ. അവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ നഷ്ടപ്പെടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആ ടെമ്പറേച്ചർ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. അതായത് ഹീറ്റ് പെട്ടെന്ന് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറച്ച് വെച്ചാൽ മതി. ഒരു ചൂടുള്ള കപ്പ് ഓഫ് ടീ ഞാനിവിടെ വയ്ക്കുന്നു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നെടുക്കുമ്പോൾ അത് പെട്ടെന്ന് തണുത്തിട്ടുണ്ടാവും. അറ്റ് ദ സെയിം ടൈം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ, ചൂടുവെള്ളം നിറച്ച് വയ്ക്കുന്നു. ഓക്കെ, ആൻഡ് നിങ്ങൾ എന്തോ പരിപാടിക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ആ ചൂട് നിൽക്കണമെങ്കിൽ എന്താ ചെയ്യാൻ അറിയോ? ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റ്, നമുക്ക് ഫിസിക്സ് അറിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടി അതിൻ്റെ അകത്ത് ഒഴിച്ചു, കുറേ അല്ല കുറച്ച് ഒഴിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറച്ച് വെച്ചിട്ട് പോകും. അപ്പോൾ എന്താ, തിരിച്ച് വരുമ്പോൾ സെയിം ആയിട്ട്, അതായത് വലിയ ഡിഫറൻസ് ഇല്ലാതെ ഇരിക്കും. പക്ഷെ ചൂടുള്ളത് തന്നെയാണ് അവിടെ വെച്ചിട്ട് പോകുന്നതെങ്കിൽ തിരിച്ച് വരുമ്പോഴേക്കും അത് തണുത്തിട്ടുണ്ടാവും. വിച്ച് മീൻസ് വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങൾ ആ ഹോട്ട് ടീയും കുറച്ച് മിൽക്കും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് പോയാൽ അതായത് അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറച്ച് വെച്ചിട്ട് പോയാൽ തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂട് ചായ കുടിക്കാം. ദിസ് വൺ ആണെങ്കിൽ നിങ്ങൾക്ക് തണുത്ത ചായ കുടിക്കാം. ഓക്കെ, സോ ഗുഡ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറയണം. ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, 1 2 3 4. സോ ഓൾസോ ഇൻഡിക്കേറ്റ് വിച്ച് എമംഗ് ദ കർവ്സ് ബിലോ റെപ്രസെൻറ്റ് എ കൂളിംഗ് കർവ്. കൂളിംഗ് കർവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതാണ്? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ ഓർ ഫോർത്ത് വൺ? വിച്ച് വൺ? കൂളിംഗ് കർവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാണ്? ഇതിലേതാണ് കൂളിംഗ് കർവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എബി തങ്കച്ചൻ ഫോർത്ത് വൺ. ഓക്കെ, ഗുഡ്. ദെൻ ഹുദ മിർസ ഫോർത്ത്, ദേവിക കൃഷ്ണ 2. ദേവിക കൃഷ്ണ 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബാക്കിയുള്ളവർ വേം പറ. എഫ് സ്റ്റാർ 4. ഓക്കെ, ഗുഡ് ഗുഡ്. ഗെയിമിംഗ് ലാഡ് 3. വെറൈറ്റി സാധനങ്ങൾ വരുന്നുണ്ടല്ലോ. നമ്മളപ്പോൾ ഇവിടെ പഠിച്ചത് നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഓർമ്മിപ്പിച്ചു, കൂളിങ്ങിൻ്റേത് പറയുമ്പം വിച്ച് ഈസ് പ്രപ്പോർഷണൽ, ദാറ്റ് ഡസൻറ്റ് മീൻ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. പ്രപ്പോർഷണൽ ആണെങ്കിലും അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. കാരണം എന്താ, അത് ഡിക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് പോവുകയാണോ ചെയ്യുന്നത്? അല്ല, വിച്ച് ഈസ് ഡിക്രീസിങ് വിത്ത് റെസ്പെക്ട് ടു അനദർ അല്ലേ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. എന്ത്, നമ്മളുടെ ടൈം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. കൂളിങ്ങിൻ്റെ കേർവ് വരയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. ഈ കേർവ് ആണ്. ഫോർത്ത് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. ന്യൂട്ടൺസ് കൂളിംഗ് മനസ്സിലായില്ല? ന്യൂട്ടൺസ് കൂളിംഗ് ഒന്നും കുറേ മനസ്സിലാക്കാനില്ല. സംഭവം വളരെ എളുപ്പമാണ്, അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാവുന്ന കാര്യമുള്ളൂ. എന്തെങ്കിലും ചൂടുള്ള സാധനം വെക്കുക, കുറച്ച് ചൂട് കുറവുള്ള സാധനം വെക്കുക. ഏതിൻ്റെ ചൂടാണ് പെട്ടെന്ന് കുറയുന്നത് നോക്കുക. അതായത് നിങ്ങൾ കുറച്ച് ടൈം കഴിഞ്ഞ് ഒരു ഈക്വൽ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പം ഏതിൻ്റെ ചൂടാണ് വേഗം കുറഞ്ഞിട്ടുള്ളത് നോക്കുക. കുറഞ്ഞിട്ടുള്ളത് ആ കൂടുതൽ ചൂട് വെച്ചിട്ടുള്ളതായിരിക്കും. അതായത് അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഹീറ്റ് നമ്മളുടെ സറൗണ്ടിങ്സിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹോട്ട് ബോഡി വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് എന്താവും? ഈക്വലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഹീറ്റ് എന്ത് ചെയ്യും? ഹീറ്റ് സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സറൗണ്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ നഷ്ടപ്പെട്ട ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷനിലാണെന്നാണ് പറയുന്നത്? ഈ ഓൾറെഡി ഇവിടെ നമ്മൾ വെച്ച ബോഡിയും നമ്മളുടെ സറൗണ്ടിങ്സും ആയിട്ടുള്ളൊരു ഹീറ്റ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഒന്നിന് ഒരു ചൂടും വേറൊന്നിന് വേറൊരു ചൂടും ആയിരിക്കും. അപ്പോൾ ആ ഡിഫറൻസിന് പ്രപ്പോർഷനിലാണ് എന്ത്, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിരിക്കും എന്ത്? അത് ഈക്വലിബ്രിയത്തിലാക്കാൻ വേണ്ടിയിട്ടല്ലേടോ ഇവിടുന്ന് ചൂട് പോകുന്നത്. സോ അതിന് ഈക്വൽ ആയിരിക്കും ഇവിടുന്ന് പോകുന്ന ചൂട് എന്നാണ് പറയുന്നത്. അത്രേ പറയുന്നുള്ളൂ. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്?
പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് ബോഡി ആൻഡ് സറൗണ്ടിങ്. ബോഡിയും സറൗണ്ടിങ്ങും ആയിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടുന്ന് നഷ്ടപ്പെട്ട ഹീറ്റ് എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് ഹീറ്റ്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ, ഫാസ്റ്റ് ആക്കണം. എന്നിട്ട് നിങ്ങൾ വേഗം വേഗം എന്താ ആൻസർ പറയാത്തെ? ഓക്കെ, വേഗം ചെയ്യാം കേട്ടോ. എന്നാലിത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ. സീത പ്രിപ്പയർഡ് ടീ ഫോർ ഹർ ബ്രദർ. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ടീ ദ ടെമ്പറേച്ചർ ഓഫ് ദ ടീ വാസ് 80 ഡിഗ്രി സെൽഷ്യസ്. അതായത് ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം, ടീ ഉണ്ടാക്കിയതിന് ശേഷം എത്രയായിരുന്നു? 80 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സോ 80 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഷീ കെപ്റ്റ് ഇറ്റ് ഫോർ 5 minutes ആൻഡ് ഗേവ് ടു ഹർ ബ്രദർ വെൻ ദ ടെമ്പറേച്ചർ റീച്ച്ഡ് 50 ഡിഗ്രി സെൽഷ്യസ്. 80 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞെടുത്തപ്പം. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? സീത അത് കൊടുത്തത്. അപ്പം എത്രയാണ് മെഷർമെന്റ്സ്? 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇഫ് ദ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഇസ് 20 ഡിഗ്രി സെൽഷ്യസ്, അതായത് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അപ്പം എന്തായിരുന്നു? സറൗണ്ടിങ്സ് എത്രയായിരുന്നു? 20 ഡിഗ്രി സെൽഷ്യസ്. കാൽക്കുലേറ്റ് ദ ടൈം ഇറ്റ് ടേക്ക് ടു കൂൾ ഫ്രം 60 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി. അപ്പം 80-ന്ന് 50 ആവാൻ 5 മിനിറ്റ് എടുത്തു. സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ആണ്. അപ്പം ചോദിക്കുന്നത് 60-ന്ന് 30 ആവാൻ എത്ര എടുക്കുന്നാണ് ചോദിക്കുന്നത്. പറയോ? 60 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി ആവാൻ എന്താവുന്ന ചോദിക്കുന്നത്. എന്താ ചെയ്യണ്ടേ? അതെങ്ങനെയാ 2 minutes പറയുന്നേ? ചെയ്തു നോക്കിയോ എല്ലാവരും? ബാക്കി എല്ലാവരും ചെയ്തു നോക്കിയോ? Nine minutes. Okay, I think the answer is 9 minutes, not 2 minutes. ദേവിക, എങ്ങനെയാ ചെയ്യാ? നമ്മളുടെ ഇക്വേഷൻ എന്താ? dq/dt which is equal to k into t2 minus t1 ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? dq എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഡിഫറൻസ് അല്ലേ? 80-ന്ന് 50 കുറച്ചാൽ എത്രയാണ്? 30/dt എന്ന് പറയുന്നത് എത്രയാണ്? 5. അതങ്ങനെ നിൽക്കട്ടെ. Then after that k നമുക്കറിയില്ല, സോ ലെറ്റ് ഇറ്റ് ബി k. Then t2 എന്ന് പറയുന്നത് എന്താണ്? t2 എന്ന് പറയുന്നത് ഇതിൻ്റെ മീനാണ്, 80 + 50/2. Then t1 എന്താണ്? നമ്മളുടെ 20 ഡിഗ്രി. അത് എത്രയാണ് കിട്ടുന്നത് നിങ്ങൾക്ക്? ഓക്കെ, റോമിയ ജേക്കബ് 9 minutes. അപ്പോൾ t2 മൈനസ് t1 ചെയ്യുക. t2 എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുക? t2 is equal to 80 + 50/2. ആഫ്റ്റർ ദാറ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ നമുക്ക് kൻ്റെ വാല്യൂ കിട്ടും. വേഗം ചെയ്ത് നോക്കുക. k into t2 minus t1 ചെയ്യാം. ഇത് കിട്ടിയതിന് ശേഷം, k കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. 60-ന്ന് 30-ലേക്ക് ആകുമ്പോഴുള്ള ചേഞ്ച് കണ്ടുപിടിക്കേണ്ടത്. 60-ന്ന് 30-ലേക്ക് മാറുമ്പോൾ ഉള്ളത് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്കപ്പോൾ അവിടെ k കിട്ടും, t മാത്രമായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, ഓക്കെ ആണോ? ഇംപ്രൂവ്മെന്റ് ടഫ് ആണോ പബ്ലിക്കിനേക്കാൾ? അപ്പോൾ ഇപ്പോഴേ ഇംപ്രൂവ്മെന്റിന് റെഡി ആയിട്ടിരിക്കുകയാണോ? മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ തന്നെ സ്കോർ ചെയ്യുക. കാരണം +2-ലാകുമ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽസ് ഉണ്ടാകും, +2-ൻ്റേത് പഠിക്കാനുണ്ടാകും. അപ്പം ഇഫ് ഇറ്റ്സ് വെരി നെസസറി ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പം ചെയ്യാന്നല്ലാതെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഇപ്പോഴേ വെച്ചിരിക്കേണ്ട കേട്ടോ. നെക്സ്റ്റ്, the change in temperature of a substances when a given quantity of heat is absorbed or rejected by it is characterized by the heat capacity. അല്ലേ? Define the specific heat capacity, molar heat capacity at constant pressure and molar specific heat capacity at constant volume. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു യൂണിറ്റ്
എമൗണ്ട് സബ്സ്റ്റൻസ് എത്രയാണോ ആ എമൗണ്ട് അത് ഒരു യൂണിറ്റ് ആയിരിക്കണം, അതിൻ്റെ ഒരു യൂണിറ്റ്. ഇപ്പോൾ നമ്മൾ മാസ് എടുക്കുമ്പോൾ എത്രയാണ്? 1 കിലോഗ്രാം എടുക്കും. ആ 1 കിലോഗ്രാം സബ്സ്റ്റൻസിൽ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് കൊടുക്കുന്നു എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. എസ് ഇസ് ഈക്വൽ ടു 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഒരു യൂണിറ്റ് മാസിൽ നമ്മൾ കൊടുക്കുന്ന ടൈമിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന എത്രയാണോ ഹീറ്റ് കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാം. നൗ ദ നെക്സ്റ്റ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അത് നമ്മൾ സി വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു മാറ്റമേ ഉള്ളൂ. 1 മോൾ സബ്സ്റ്റൻസിലേക്ക് അതിൻ്റെ 1 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയാം. സോ ദിസ് ഈസ് 1/n നമ്പർ ഓഫ് മോൾസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇനി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാകുമ്പോൾ എന്താ? സി പി ഇസ് ഈക്വൽ ടു 1/n ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. മറ്റേതോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം അത്രയേ ഉള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് അറ്റ് വാട്ട് ടെമ്പറേച്ചർ നിങ്ങൾ ആൻസർ ചെയ്യണേ. വാട്ട് ടെമ്പറേച്ചർ വാട്ടർ ഹാസ് മിനിമം വോളിയം. At what temperature water has minimum volume? First one 100 degree, second one 0 degree, third one 4 degree, fourth one 10 degree. ഏതിനാണ് what temperature water have minimum volume? Minimum volume ഏതിനാണ്? 4 degree Celsius. റോമിയ 4. യെസ്, മാറിപ്പോകരുത് കേട്ടോ. 4 degree സെൽഷ്യസിലാണ് വാട്ടറിന് മിനിമം വോളിയം. മേ ബി യുൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് മാക്സിമം ഡെൻസിറ്റി എപ്പോഴാണ്? വോളിയം എപ്പോഴാണോ കുറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് മാക്സിമം ഡെൻസിറ്റി, വിച്ച് മീൻസ് തേർഡ്. ഓക്കെ, നെക്സ്റ്റ് ഡ്രോ എ ഗ്രാഫ് showing the variation of volume of a given mass of water with temperature from 0 degree Celsius. In the graph, mark the temperature at which water has maximum density. കുറച്ചൊന്നും ഇതാക്കിയിട്ടാണ് വന്നത്. എന്താണ് സംഭവം? നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെ. 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ടുള്ളതാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഗ്രാഫിൽ എന്ത് മാർക്ക് ചെയ്യണം? വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി ഉള്ള പോയിന്റ് മാർക്ക് ചെയ്യണം. ഏതാ ഗ്രാഫ്? ഏതാ? ഇവിടെ നമ്മുടെ വോളിയം ഓഫ് വാട്ടർ ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു? ഇവിടെ ടെമ്പറേച്ചർ. ഞാനിപ്പോൾ ഇവിടെ റഫ് ഫിഗർ വരയ്ക്കാം. 0, 1, 2, 3, 4, 5, 6 എക്സെട്ര. ഇവിടെ 100. സോ എന്ത് സംഭവിച്ചു? അല്ലേ? വോളിയം ഇവിടെ, അതായത് മാക്സിമം ഡെൻസിറ്റി എവിടെയായിരിക്കും? ഇവിടെ എന്നിട്ട് മാർക്ക് ചെയ്തിടുക മാക്സിമം ഡെൻസിറ്റി, അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റ് ആണ് മാക്സിമം ഡെൻസിറ്റി. ക്ലിയർ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് the process of change of state from liquid to solid is called what? Liquid to solid. Process of liquid to solid ലേക്ക് മാറുന്നതിന് എന്താ പറയാ? Liquid to solid. വേഗം പറ. നമ്മൾ ഒരു 5-6 എണ്ണം പഠിച്ചായിരുന്നു നമ്മളുടെ വേപ്പറൈസേഷൻ, കണ്ടൻസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ലിക്വിഡ് ടു സോളിഡ് ആണ് മാറുന്നതെങ്കിൽ എന്താണ് പറയാ? കണ്ടൻസേഷൻ ഫോർ ലിക്വിഡ് ടു ഗ്യാസ് ആണ് കണ്ടൻസേഷൻ. സോറി, ഗ്യാസ് ടു ലിക്വിഡ് ആണ്. യെസ്, ഫ്രീസിങ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ലിക്വിഡ് ടു സോളിഡ് എന്ന് പറയുമ്പം ഫ്രീസിങ് അല്ലെങ്കിൽ പറയാം ഡിഫ്യൂഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, ഡിഫൈൻ ലേറ്റന്റ് ഹീറ്റ്. എന്താണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു? ഓരോ ഫേസ് ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ? ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞു. അതായത് സോളിഡിൽ നിന്ന് വാട്ടറിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു. ഇങ്ങനെ ചേഞ്ച് സംഭവിക്കുമ്പോൾ, ഇതിൻ്റെ ചേഞ്ച് സംഭവിക്കുമ്പോൾ ഒരു എമൗണ്ട്, അതായത് അതിൻ്റെ ഒരു യൂണിറ്റ് സബ്സ്റ്റൻസിൽ അതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫേസ് ചേഞ്ച് നടക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയാം. ഓക്കെ, യൂണിറ്റ് സബ്സ്റ്റൻസിൽ അതിൻ്റെ ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയാം. ഓക്കെ,
ക്ലിയർ ആണോ? Okay, if you want, I'll write here. Amount of heat transferred in unit mass and changing one state to another. One state to another. Okay. Okay, here it is. Okay, ഞാൻ വെറുതെ എഴുതി. The amount of heat per unit mass transferred during the change of state of the substance is called latent heat. Per massiൽ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹീറ്റിനെയാണ് എന്ത് പറയുക? നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുക. യൂണിറ്റ് ഓർത്ത് വയ്ക്കുക, ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും നത്തിങ് അണ്ടർസ്റ്റാൻഡ്. എന്താ മനസ്സിലാകാത്ത? പാബ്ലോ എക്സോബാർ. എവിടെയാണ് മനസ്സിലാകാത്തതെന്ന് പറയൂ. ഓ, സ്ട്രെസ്സായിട്ട് മനസ്സിലാവാത്തയാണോ? മൈ നെയിം ഈസ് അഞ്ജന. സ്ട്രെസ്സായിട്ടൊന്നും കാര്യമില്ലടോ. സ്ട്രെസ് അടിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ പറ്റില്ല. ഓക്കെ, സോ കാമായിട്ടിരിക്കുക. ഇപ്പോൾ പഠിക്കുന്നത് ഇപ്പോൾ പഠിച്ചിട്ട് പോവുക. ഇതുവരെ പഠിക്കാത്ത ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ പഠിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് ഈ ടോപ്പിക്കും കൂടി നോക്കുക. തേർമൽ സ്ട്രെസ്. എന്താണ് തേർമൽ സ്ട്രെസ്? സി, ഞാൻ ഇത്രയും ലെങ്ത് ഉള്ളൊരു ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അവിടെ വെച്ചു. എന്നിട്ട് ഈ രണ്ട് സൈഡിലും ഞാൻ ഇതിന് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ എന്ത് കൊടുക്കുന്നു? ഹീറ്റും കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ എന്ത് കൊടുക്കുന്നു? ഹീറ്റും കൊടുക്കുന്നു. സോ അങ്ങനെ ഹീറ്റ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്? ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഫോം ചെയ്യും അല്ലേ? അതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൊടുത്തോണ്ടിരിക്കുന്നു, രണ്ട് സൈഡിൽ നിന്നും ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവില്ലേ? ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവുമോ ഇല്ലയോ? റീസ്റ്റോറിങ് ഫോഴ്സ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്തായിരുന്നു? റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്താണ്? എടോ പറയടോ. റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. സ്ട്രെസ് അല്ലേ റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ? ഫോഴ്സ് ബൈ ഏരിയ ഈക്വൽ ടു സ്ട്രെസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? സ്ട്രെസ് ഇസ് ഈക്വൽ ടു റീസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഞാനിപ്പോൾ ഇവിടെ എഫ് ബൈ എ എഴുതുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് ലെങ്ത്തിന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൽഫ എൽ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത് ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക എങ്ങനെയാണ്. ഡെൽറ്റ എൽ ബൈ എൽ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി ആണോ? ഡെൽറ്റ എൽ ബൈ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇനി യങ്സ് മോഡുലസ് നമ്മൾ പഠിച്ചാണ് അല്ലേ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒക്കെ നമ്മൾ പഠിച്ചല്ലേ? എന്താണ്? y ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ. കൂടെ തന്നെ എഴുതി നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഡെറിവേഷനാണ്. എഫ് ബൈ എ ബൈ ഡെൽറ്റ എൽ ബൈ എൽ. ഡെൽറ്റ എൽ ബൈ എല്ലിന് നമ്മൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y ഈസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തെർമൽ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
സോ എഫ് ബൈ എ ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും y ഇൻറ്റു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ദിസ് ഈസ് നോൺ ആസ് thermal stress. ഇതിനെയാണ് എന്ത് പറയുക? തെർമൽ സ്ട്രെസ് എന്ന് പറയും ഇതിനെയാണ്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. ഒരു മെറ്റീരിയലിൽ രണ്ട് സൈഡിൽ നിന്നും ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അതായത് അതിന് ഒറ്റയടിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് താഴെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ഹീറ്റ് കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ ഫോം ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ എന്ത് പറഞ്ഞു? സ്ട്രെസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്ര അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായ തെർമൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എഫ് ബൈ എ നമുക്കറിയാം. സോ അത് നമ്മൾ എഴുതി. പിന്നെ നമുക്ക് എന്താ അറിയാം? ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് ലെങ്ത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുന്നു. ഡെൽറ്റ എൽ ബൈ എൽ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കുന്നു. ദെൻ നമുക്ക് ഈ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ അറിയാം, എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എ, ഡെൽറ്റ എൽ ബൈ എൽ. ഇവിടേക്ക് എന്ത് ചെയ്യുന്നു? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ എഫ് ബൈ എ എടുക്കുന്നു. അവിടേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. y ഇൻറ്റു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യാണ്ടിരിക്കുക, ജസ്റ്റ് എഴുതി നോക്കുക കേട്ടോ. അതും കറക്റ്റ് തന്നെയാണ്, അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ തന്നെയാണല്ലോ. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ക്ലാസ്. ബാക്കി ക്ലാസ് നമ്മൾ ആഫ്റ്റർനൂൺ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ചാപ്റ്റേഴ്സിൽ ഇപ്പോൾ നമ്മൾ എടുത്ത ഡെറിവേഷൻസും പ്രോബ്ലംസും ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എന്തായാലും വരും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, സോ നെക്സ്റ്റ് സെഷൻ മോസ്റ്റ്ലി 3 o'clock സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു 2-3 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. സോ ടൈമിന് വരാൻ നോക്കുക. ഓക്കെ, ഞാനും വരാം. ക്ലിയർ? സോ ദാറ്റ്സ് ഇറ്റ്. Okay, bye.